ദൈവത്തിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യാസമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. യോഹന്നെഴുതിയ സുവിശേഷം എന്ന പുസ്തകത്തിൻ്റെ പഠനത്തിലാണ് നാം ആയിരിക്കുന്നത്. കഴിഞ്ഞ 60 ക്ലാസ്സുകളിലായിട്ട് നാം ചിന്തിച്ചത്, ഇതുവരെയും നാം ചിന്തിച്ച സബ്ജക്റ്റുകൾ യോഹന്നെഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 24 വരെയുള്ള വാക്യങ്ങളാണ് നാം ചിന്തിച്ചത്. ഏപ്രിൽ മാസം 1-ാം തീയതി 2025 തുടർന്ന് നാം ചിന്തിക്കുന്നത് ഈ പഠനത്തിന് 61-ാമത്തെ ക്ലാസ്സിലാണ്. അതിലേക്ക് നാം നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുമ്പോൾ 16-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ പൊതുവായി എല്ലാവരുടെയും കേൾവിക്കായിട്ട് ഞാൻ വായിക്കുന്നു. ഇത് ഞാൻ സദൃശ്യമായി നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു എങ്കിലും ഞാൻ ഇനി സദൃശ്യമായി നിങ്ങളോട് സംസാരിക്കാതെ പിതാവിനെ സംബന്ധിച്ച് സ്പഷ്ടമായി നിങ്ങളോട് അറിയിക്കുന്ന നാഴിക വരുന്നു. അന്ന് നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കും എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ എന്നെ സ്നേഹിച്ചു, ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് വിശ്വസിച്ചിരിക്കുകൊണ്ട് പിതാവ് താനും നിങ്ങളെ സ്നേഹിക്കുന്നു. കർത്താവിൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൻ്റെ അവസാന വാക്കുകളിലേക്കാണ്, ആ പ്രസംഗത്തിൻ്റെ സമാപനത്തിലേക്കാണ് നാം എത്തിച്ചേരുന്നത്. അതിനുശേഷമായി കർത്താവ് ജീവനോടിരുന്നപ്പോൾ ശിഷ്യന്മാരോട് അധികം സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയാണ് 17-ാം അധ്യായം. 18-ാം അധ്യായത്തിൽ ഗത്സമന തോട്ടത്തിൽ അവർ ചെല്ലുകയും യേശു പ്രാർത്ഥിക്കുകയും അവരുടെ രഹസ്യപ്രാവന്റെ പ്രാർത്ഥന പൂർത്തീകരിക്കുന്നതോടെ പിടിക്കപ്പെടുകയുമാണ് ചെയ്യുന്നത്. പിന്നീട് ശിഷ്യന്മാരുമായിട്ട് സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക്. പിന്നീട് ഉയർക്കപ്പെട്ട ക്രിസ്തുവായിട്ടാണ് അവർ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് താൻ ജഡത്തിൽ വന്ന പ്രവൃത്തി തികച്ച് മടങ്ങിപ്പോകുന്നതിന് മുമ്പായി യേശുക്രിസ്തു തൻ്റെ ശിഷ്യഗണത്തോട് സംസാരിക്കുന്ന അവസാന വാക്കുകളെ കുറിച്ചാണ് നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കഥാവ് പറയാണ്, ഞാൻ സദൃശ്യമായി ഞങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. കഥാവ് ഇതെല്ലാം ഉപമകളായിട്ട് സദൃശ്യങ്ങളായിട്ടാണ് ഞങ്ങളോട് സംസാരിച്ചിരിക്കുന്നത്. മുന്തിരിവള്ളിയെക്കുറിച്ചും തോട്ടക്കാരനെ കുറിച്ചും അങ്ങനെ വിവിധമായ രീതിയിൽ പിതാവാൻ ദൈവത്തെ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കർത്താവ് സദൃശ്യമായിട്ട് അവരോട് പറഞ്ഞു കൊടുത്തു. ഒരു കഥ പറഞ്ഞു, ഞാൻ ഇനി സദൃശ്യമായി ഞങ്ങളോട് സംസാരിക്കാതെ പിതാവിനെ സംബന്ധിച്ച് സ്പഷ്ടമായി ഞങ്ങളോട് അറിയിക്കുന്ന നാഴിക വരും. യേശുക്രിസ്തു ഉയർത്തെഴുന്നതിന് ശേഷമാണ് പിതാവിനെ കുറിച്ചുള്ള സ്പഷ്ടമായിട്ടുള്ളത് അവരോട് സംസാരിച്ചു. പിന്നീട് സദൃശ്യമായിട്ട് സംസാരിച്ചില്ല. നിങ്ങളുടെ പിതാവും എൻ്റെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായ അടുക്കൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ സംഭാഷണ ശൈലി തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന പിതാവിനെ വെളിപ്പെടുത്തി, യഥാർത്ഥമായി വെളിപ്പെടുത്തി. എന്നാൽ ഈ ലോകസ്ഥാപനത്തിന് മുമ്പുള്ള ദൈവിക പദ്ധതി അത് ഒരിക്കലും ശത്രുവിനോ മറ്റാർക്കും പിടികിട്ടാതിരിക്കാൻ വേണ്ടി ദൈവമായ കർത്താവ് ഈ സ്വർഗീയ മർമ്മം ആർക്കും വെളിപ്പെടുത്തി കൊടുക്കാതെ അത് വേണ്ടവർക്ക് മാത്രം അതിനെ സദൃശ്യമായി പറഞ്ഞ് വെളിപ്പെടുത്തി. കാരണം ഏതെങ്കിലും വിധത്തിൽ യേശു ക്രിസ്തു ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ യഹൂദന്മാർ യേശുവിനെ കൊല്ലുവാൻ സമ്മതിക്കത്തില്ല. അതുപോലെ തന്നെ റോമൻ അവരും ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരും അറിഞ്ഞാൽ യേശുവിനെ കൊല്ലുവാൻ അവർ സമ്മതിക്കുകയില്ല. സാത്താൻ അറിഞ്ഞാൽ കൊല്ലാൻ സമ്മതിക്കത്തില്ല. കാരണം അവർക്കറിയാം യേശുവിനെ അങ്ങനെ കൊന്നാൽ അവൻ പരാജയിക്കത്തില്ല, അവൻ്റെ തലയെ തകർക്കുമെന്നറിയാം. അതുകൊണ്ട് എങ്ങനെയാണ് ഏത് വിധത്തിലാണ് സാത്താന്റെ തലയെ തകർക്കുന്നുള്ളത് സാത്താൻ അറിയത്തില്ല. എന്നാൽ അവൻ അറിയാമായിരുന്നു ഒരിക്കൽ അവന്റെ തല തകർക്കപ്പെടുമെന്നുള്ളത്. ഒരിക്കലും അവൻ വിചാരിച്ചില്ല യേശു എന്ന അവൻ ക്രിസ്തു ആണ് എന്നുള്ള ഒരു യഥാർത്ഥമായൊരു പിക്ചർ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ യേശുവിനെ ക്രൂശിക്കില്ല. അതുകൊണ്ട് കർത്താവ് സംസാരിച്ചതെല്ലാം സദൃശ്യമായി പറഞ്ഞതുകൊണ്ട് അത് ആ മർമ്മം മനസ്സിലാക്കേണ്ടവർക്ക് ഒരു പരിധി വരെ മനസ്സിലാക്കി കിട്ടുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് പറഞ്ഞത്, കർത്താവ് പറഞ്ഞു, ഇനി നാഴിക വരുന്നു, ഞാൻ ഉയർക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് പിതാവിനെ ഞാൻ മറച്ചു വയ്ക്കത്തില്ല. പിതാവാൻ ദൈവത്തെ മറച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല, പുത്രനെ മറച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം സാത്താന്റെ തലയെ തകർക്കുന്നവനെ പരാജയപ്പെടുത്ത പ്രവൃത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ ലോകസ്ഥാപനത്തിന് മുമ്പുള്ള പ്രവൃത്തി പൂർത്തീകരിക്കപ്പെട്ടു. അതുകൊണ്ട് ആ നാഴിക വരെയും ഇത് മർമ്മമായിരിക്കും, രഹസ്യമായിരിക്കും, അത് സദൃശ്യമായിട്ടേ പറയുകയുള്ളൂ എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യം മനസ്സിലായിരിക്കുന്നത് എന്തുകൊണ്ടാണ് യേശു ദൈവമാണെന്ന് പ്രഖ്യാപിക്കാതിരുന്നത്, യേശു എന്താണ് പിതാവാൻ ദൈവത്തെക്കുറിച്ച് വ്യക്തമാക്കാതിരുന്നത് എന്നൊക്കെയുള്ള
ചിന്തകൾ ഒരുപാട് കോണുകളിൽ നിന്ന് ഉയരാറുണ്ട്. എന്നാൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, അവൻ മനുഷ്യനായി വന്നപ്പോൾ അവനെ ആരാണെന്ന് അറിയരുത്, എന്നാൽ അവൻ്റെ പ്രവൃത്തിയെല്ലാം കാണുമ്പോൾ പൈശാചിക സാമ്രാജ്യത്തിന് മറ്റുള്ളവർക്കെല്ലാം വിറങ്ങലിച്ചിട്ടുണ്ട്. അവർ വിചാരിച്ചിട്ടുണ്ട് ആരാണ് എന്നുള്ളത് അവർ വിറങ്ങലിക്കത്തക്ക രീതിയിലാണ് കർത്താവ് പ്രവർത്തിച്ചത്. എന്നാൽ സംശയാലുക്കളായിരിക്കുന്ന, സംശയത്തിന്റെ ഉറവിടമായിരിക്കുന്ന സാത്താൻ യേശുവിനെ യഥാർത്ഥത്തിൽ മശിയാണെന്ന് മനസ്സിലാക്കാതെ പോയതുകൊണ്ടാണ് അവനെ ക്രൂശിക്കുവാനിടയാത്തത്. അത് ദൈവിക പദ്ധതിയായിരുന്നു. യേശു ക്രൂശിക്കപ്പെടണമെന്നുള്ളത് ദൈവത്തിന്റെ ഹിതമായിരുന്നു. അപ്പോൾ അങ്ങനെ കർത്താവ് പറഞ്ഞു, നാഴിക വരുന്നു, അന്ന് നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കും എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അന്ന് നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കും എന്ന മുതലാണ് കർത്താവ് ഉയർത്തതിന് ശേഷമായ സഭ സ്ഥാപിതമായതോടുകൂടിയാണ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള പ്രാർത്ഥന ലോകത്തിൽ സ്വർഗീയ പിതാവ് ദൈവം അംഗീകരിച്ചത്. അന്ന് നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കും. അതുകൊണ്ടാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന നമ്മളെ ഉരുവിടാതിരിക്കുന്നത്. നമ്മളെപ്പോഴും അത് ആവർത്തിച്ച് പറയാതെ, അത് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള, യഹൂദനെ സംബന്ധിച്ചുള്ള പൊതുവായിട്ടുള്ള പ്രാർത്ഥനയായിരുന്നു അത്. അതുകൊണ്ടാണ് നമ്മളതിനെ ആവർത്തിച്ച് പറയാറുള്ളത്. പക്ഷെ മറ്റുള്ള നാമധേയ ക്രിസ്ത്യാനികളെല്ലാം ആ പ്രാർത്ഥന യേശു പഠിപ്പിച്ച പ്രാർത്ഥനയായതുകൊണ്ട് അവർ എപ്പോഴും അവിടെ എല്ലാ കാര്യങ്ങളും അവർ എടുത്തെടുത്ത് ആവർത്തിച്ച് അവർ ചൊല്ലാറുണ്ട്. പക്ഷെ നമ്മളത് ചെയ്യാതിരിക്കുന്നതിന്റെ കാരണം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അല്ല അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തു പുനരുത്ഥാനം പ്രാപിച്ച ശേഷമായി പുതിയ നിയമസഭയ്ക്ക് ദൈവം തന്നിരിക്കുന്ന പ്രാർത്ഥന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നാം പ്രാർത്ഥിക്കണമെന്നാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ നാമത്തിൽ അപേക്ഷിക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കും എന്ന് ഞാൻ പറയുന്നില്ല. ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഞാൻ പറയുന്നില്ല, അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അന്ന് അപേക്ഷിക്കുമെന്ന് പറയുന്നില്ല. കാരണം എന്താണെന്ന് തുറന്നു പറയുകയാണ്. നിങ്ങൾ എന്നെ സ്നേഹിച്ചു, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നെന്ന് വിശ്വസിച്ചിരിക്കുകൊണ്ട് പിതാവ് താനും നിങ്ങളെ സ്നേഹിക്കും. പറഞ്ഞു ഇനിയിപ്പം ഞാൻ അപേക്ഷിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ എന്നെ സ്നേഹിച്ചത് കൊണ്ട് പിതാവ് നിങ്ങളെ സ്നേഹിക്കുന്നത്. അപ്പോൾ ദൈവം നമ്മളെ സ്നേഹിച്ചാൽ നിങ്ങൾ അപേക്ഷിക്കേണ്ട ആവശ്യമില്ല, അത് നിവൃത്തിയിരിക്കപ്പെടും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കും എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ കർത്താവ് അപേക്ഷിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുകയും ചെയ്യാം. 17-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ, ഞാൻ ലോകത്തിന് വേണ്ടി ഞാൻ അപേക്ഷിക്കും ലോകത്തിന് വേണ്ടി അല്ല, നീ എനിക്ക് തന്നിട്ടുള്ളത് നിനക്കുള്ളതാകൊണ്ട് അവർക്ക് വേണ്ടി അത്ര ഞാൻ അപേക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുമെന്ന് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കുമെന്ന് ഞാൻ പറയുന്നതിന്റെ അർത്ഥം, നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസമില്ല, ക്രിസ്തുവിൽ ഒന്നായി എന്നുള്ളതിന്റെ അർത്ഥത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പിതാവിനോട് അപേക്ഷിക്കുന്നത് എൻ്റെ കാര്യമാണ് ഞാൻ അപേക്ഷിക്കുന്നത്, കാരണം നിങ്ങൾ എൻ്റെതാണ്. ആ ഒരു അർത്ഥത്തിലാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ ഈ പിതാവാം ദൈവം കൊടുത്തിരിക്കുന്ന ദൈവത്തിന്റെ സഭ എന്നുള്ളത് ക്രിസ്തുവായതുകൊണ്ട്, അവനെ സ്നേഹിക്കുന്നത്, അവരെ പിതാവാം ദൈവം സ്നേഹിക്കുന്നതുകൊണ്ട്, ഇനി അതിൻ്റെ അകത്ത് നിങ്ങളെന്നൊരു പ്രത്യേകത, ഒരു വ്യത്യസ്തതയില്ല എന്നതിൻ്റെ അർത്ഥത്തിലാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്. കാരണം പുനരുത്ഥാനാനന്തരം ദൈവസഭ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അങ്ങനെ ഒരു വ്യത്യാസം കാണാത്തുണ്ട്. പിന്നെ ഭൂമിയിലായതുകൊണ്ടാണ് ദൈവം നമുക്ക് വേണ്ടി അപേക്ഷിക്കുന്നതെന്നും തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇതുകൊണ്ട് ഇത് പറഞ്ഞിരിക്കുന്നത്, കാണിച്ചിരിക്കുന്നത്, ഈ നമ്മൾ അല്ലെങ്കിൽ മനുഷ്യരെ അകറ്റി നിർത്തിയിരുന്ന ആ പാപം മാറിക്കഴിയുമ്പോൾ ക്രിസ്തുവിൽ ഉള്ളവരായി തീരുന്നതോടുകൂടി പിന്നീട് പിതാവാം ദൈവത്തിന്റെ സ്നേഹത്തിന് നാം പാത്രീഭൂതരായിത്തീരുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ എന്നെ സ്നേഹിച്ചു, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നെന്ന് വിശ്വസിച്ചിരിക്കുകൊണ്ട് പിതാവ് താനും നിങ്ങളെ സ്നേഹിക്കുന്നു. അപ്പോൾ പിതാവ് താനും നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് ഇനി നമ്മൾ രണ്ടല്ല ഒന്നത്രേ എന്നുള്ള അർത്ഥത്തിലാണ് കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ എനിക്ക് പിതാവാം ദൈവം തന്നിരിക്കുന്നു. അപ്പൊ അതേക്കുറിച്ച് തുറന്ന് നമുക്കത് വായിക്കുമ്പോൾ കുറച്ചും കൂടെ അതിൻ്റെതായ അർത്ഥതലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു, പിന്നെയും ലോകത്തെ വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുന്നു. അപ്പൊ കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെന്നെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് അതിന്റെ ആഴം അറിയത്തില്ല, എന്താണ് നിങ്ങളുടെ സ്നേഹം എന്നുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആ കാഴ്ചപ്പാടിൽ നിങ്ങൾ എന്നെ സ്നേഹിച്ചു, അതുകൊണ്ട് പിതാവാൻ ദൈവം സ്നേഹിക്കുന്നതുകൊണ്ട് പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് തൻ്റെ ശിഷ്യഗണത്തിന്. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവം അവർക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുക്കും. അപ്പോൾ അങ്ങനെ വ്യക്തമായി കർത്താവ്, ഞാൻ
പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വർഗീയ പിതാവിന്റെ അടുക്കൽ നിന്നാണ് ഞാൻ ലോകത്തിൽ വന്നിരിക്കുന്നത്. പിന്നെയും ലോകത്തെ വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുന്നു. കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞു എന്ന് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു, പിന്നെയും ലോകത്തെ വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുന്നു. അപ്പോൾ പിതാവിന്റെ അടുക്കൽ പോകുന്നു പറയുമ്പോൾ തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ചിട്ടാണ് യേശു മടങ്ങിപ്പോകുന്നത്. അതിനുള്ള അവസാന ആ ശുശ്രൂഷയിലേക്ക് കർത്താവ് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് അവരോട് തന്റെ കാര്യങ്ങൾ, രഹസ്യങ്ങൾ, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നു, സ്വർഗീയ പിതാവ്, സ്വർഗസ്നായ പിതാവിന്റെ അടുക്കൽ നിന്നാണ് ഞാൻ വന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നു, ലോകത്തിൽ വന്നിരിക്കുന്നു, പിന്നെയും ലോകത്തെ വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുന്നു. കർത്താവ് പറഞ്ഞു, പിന്നെയും ഇനി ഞാൻ ലോകത്തിൽ അധിക നാൾ നിൽക്കരുത്. ഇനി ജഡത്തിൽ യേശു ലോകത്തിൽ ഇല്ല എന്ന് പറഞ്ഞ, ജഡത്തിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യവേഷത്തിൽ യേശു ലോകത്തിൽ നമ്മളെ പോലെ കർത്താവ് വെളിപ്പെട്ടിട്ടില്ല. അതിനുശേഷമായിട്ട് അവൻ തേജസ്വീകരിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവന്റെ ശരീരം വ്യത്യസ്തമായിരിക്കുന്ന ഒരു ശരീര അനുഭവത്തിലായിരുന്നത്. കർത്താവ് പറയാണ്, ഞാൻ ലോകത്തെ സ്വർഗത്തിലേക്ക് കടന്നു പോകത്തക്കുള്ള ശരീരത്തോടു കൂടിയായിരുന്നു യേശു ക്രിസ്തു പുനരുത്ഥാനം പ്രാപിച്ചത്. എന്നാൽ അവന്റെ തേജസ് അവന് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ദൈവം മടക്കി കൊടുത്തിരുന്നില്ല. എന്നാൽ ഭൂമിയിലെ ശുശ്രൂഷയെല്ലാം തികച്ച് 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്ത ശേഷമാണ് ലോകസ്ഥാപനത്തിന് മുമ്പുള്ള അവന്റെ മഹത്വത്തിലേക്ക് അവനെ പ്രവേശിപ്പിച്ചതെന്നുള്ളതും തുടർന്ന് വായിക്കുമ്പോൾ, ഞാനത് ആദ്യമേ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ യേശു ക്രിസ്തു പുനരുത്ഥാനം ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മളെപ്പോലെ അല്ലായിരുന്നു എന്നത് പറയുമ്പോൾ അത് അന്നേരം യേശു തേജസ് ഇല്ലായിരുന്നല്ലോ, എല്ലാവരുടെയും തൊടുകയോ ഒക്കെ ചെയ്തല്ലോ, ഒരുമിച്ച് ആഹാരം കഴിച്ചതോ നമുക്ക് ചിന്ത വരുമ്പോൾ അങ്ങനെ ഒരു വ്യത്യസ്തത മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ശരീരം പോലെ ഉള്ള ശരീരമായിരുന്നില്ല ക്രിസ്തുവിന്റെ. നമ്മുടെ ശരീരത്തിലൂടെ രക്തം ഒഴുകുന്ന മാംസമുള്ള ഒരു ശരീരമാണ് നമുക്കിപ്പോൾ ജഡത്തോടുള്ള ഇതാണെങ്കിൽ, യേശു ക്രിസ്തു വചനമായതുകൊണ്ട് വചനവാൻ ദൈവത്തിന്റെ ശരീരത്തിന്മേൽ ആ രക്തം മുഴുവൻ ഊറ്റപ്പെട്ടപ്പോൾ അവന് അത് സമർപ്പിക്കു കഴിഞ്ഞപ്പോൾ അവന് ജീവന്റെ ശക്തിയായി മാറി. അതുകൊണ്ടാണ് സ്വർഗാസുഖത്തിലേക്ക് പോകുവാനും വരുവാനും കഴിഞ്ഞത്. അതിനുശേഷമായി പിതാവിന്റെ വലത്ത ഭാഗത്ത് ഇരുന്ന ശേഷമാണ് അവനുണ്ടായിരുന്ന മഹത്വം പിതാവാൻ ദൈവം അഥവാ തേജസ് അവന് കൊടുക്കുവാനിടയാത്തുള്ളത്. അതാണ് ക്രിസ്തുയേശുവിനെ കുറിച്ച് അവന്റെ ജഡത്തിൽ വന്നു. അവന്റെ തേജസ് ഒഴിച്ചു വെച്ചാണ് വന്നത്. അതിനുശേഷമായി അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അവൻ തേജസ് അന്നേരം ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിനുശേഷമായി യേശു ക്രിസ്തു 40 ദിവസം കഴിഞ്ഞിട്ട് സ്വർഗാരോഹണം ചെയ്ത ശേഷമാണ് അവൻ തേജസ്വീകരിക്കപ്പെട്ടത്. അതിനുശേഷമാണ് പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചത്. ഇതാണ് ഈ പറഞ്ഞ കാര്യത്തിന്റെ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു രത്നച്ചുരുക്കം. ഇപ്പം അതിന് അവന്റെ ശിഷ്യന്മാർ, ഇപ്പോൾ നീ സാദൃശ്യം ഒന്നും പറയാതെ സ്പഷ്ടമായി സംസാരിക്കുന്നു, നീ സകലവും അറിയുന്നുവെന്നും ആരും നിന്നോട് ചോദിപ്പാൻ നിനക്ക് ആവശ്യം ഇല്ല എന്നും ഞങ്ങൾ ഇപ്പോൾ അറിയുന്നു. ശിഷ്യന്മാർ പറഞ്ഞു, ഇപ്പോൾ നീ ഉപമയൊന്നും പറയാതെ, സാദൃശ്യം ഒന്നും പറയാതെ വളരെ സ്പഷ്ടമായിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് നീ സകലവും അറിയുന്നവനാണ്. ഞങ്ങളെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും വരാനുള്ളതിനെക്കുറിച്ചും എല്ലാം അറിയാവുന്ന, അഥവാ ഇന്നലെയും ഇന്നും എന്നേക്കുമുള്ളവനാണ് ദൈവമേ നീ എന്ന് അവര് പറയുകയാണ്. സകലവും അറിയുന്നു. ഇന്നലെക്കുറിച്ചുള്ള ഭൂതകാലത്തെക്കുറിച്ചും വർത്തമാനകാലത്തെക്കുറിച്ചും ഭാവി കാലത്തെക്കുറിച്ചും അറിയാവുന്നവനാണ് അങ്ങ്. കാരണം എൻ്റെ അർത്ഥം, യേശു ക്രിസ്തു പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നു. എൻ്റെ അർത്ഥം, പിതാവിന്റെ അടുക്കലായിരുന്നപ്പോൾ അവൻ സൃഷ്ടിക്ക് മുമ്പ്, അല്ലെങ്കിൽ സകല സൃഷ്ടിക്കും അവരുടെ ബന്ധത്തിൽ അവൻ സ്വർഗാസ്വർഗത്തിൽ ഉണ്ടായിരുന്നു. അതാണ് ഭൂതകാലത്തെക്കുറിച്ച് പറഞ്ഞു സകലം അറിയുന്നവർ. യേശു വർത്തമാനകാലത്തിൽ ജഡത്തെ വന്നതിനെ കുറിച്ച് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇപ്പോൾ അറിയാം നീ പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നതാണ്. നീ ഇത് തിരിച്ച് പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നു എന്നുള്ളതും ഞങ്ങളത് മനസ്സിലാക്കിയത് ഭാവി കാലത്തെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ ഭൂതവർത്തമാന ഭാവി കാലത്തെക്കുറിച്ചെല്ലാം അറിയാവുന്ന ഒരുവൻ നീ മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ അറിയുന്നു എന്നാണ് അവർ പറഞ്ഞത്. എന്നും ആരും നിന്നോട് ചോദിപ്പാൻ നിനക്ക് ആവശ്യമില്ല എന്നും ഞങ്ങൾ ഇപ്പോൾ അറിയുന്നു. അത് പറഞ്ഞ് ഞങ്ങൾക്ക് ഇനി ഒന്നും അറിയേണ്ട, ചോദിക്കാനായിട്ടില്ല. ഞങ്ങൾക്കത് മനസ്സിലായി, നീ പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നവനാണ്, നീ പിതാവിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത് പറയാൻ കഴിയാത്തത്. അതിനാൽ
നീ ദൈവത്തിന് അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവരുടെ വിശ്വാസം അവിടെ അവര് ഒന്നുകൂടി അവർ പ്രഖ്യാപിക്കുകയാണ്. അവർ പറയുകയാണ്, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കുന്നു. സംശയമൊന്നുമില്ലാത്ത രീതിയിൽ അവർ അഫർമേറ്റീവായിട്ട് പറയുകയാണ്, ഞങ്ങൾ വിശ്വസിക്കുന്നത്, മാറ്റമൊന്നുമില്ല. ഞങ്ങൾക്ക് ഇതുവരെയും ഉള്ള സംശയങ്ങളൊക്കെ ഇപ്പോൾ തീർന്നു. നീ പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നു എന്നുള്ളത് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്നാണ് പറഞ്ഞത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പറഞ്ഞു. യേശു അവരോട്, ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അവർ ചോദിച്ചു, ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? എന്നിട്ട് കർത്താവാണ്, നിങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ളത് അറിയാം, എങ്കിലും കഥ പറയാണ്, നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ സ്വന്തത്തിലേക്ക് ചെതറിപ്പോവുകയും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വന്നുവിരിക്കും. കർത്താവ് അവരോട് പറഞ്ഞു, ഇന്ന് സംഭവിക്കാൻ പോകുന്നത് ഇടയനെ വെട്ടും ആടുകൾ ചെതറിപ്പോകുന്നുള്ള പ്രവചനം നിവർത്തിയിരിക്കപ്പെടാൻ പോകും. കർത്താവ് പറഞ്ഞ എല്ലാം പ്രവചനത്തെ അടിസ്ഥാനത്തിലാണ് നിറവേറപ്പെടുന്നത്. ഇപ്പൊ നിങ്ങൾ വിശ്വസിച്ചല്ലോ, ഞാൻ ദൈവത്തെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നെന്നും വിശ്വസിക്കുന്നു എന്നവർ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾക്കിപ്പോൾ അറിയേണ്ട കാര്യങ്ങളെല്ലാം അറിഞ്ഞു, ഇനി നിവൃത്തിയാകേണ്ട കാര്യങ്ങൾ വരാനുള്ള കാര്യത്തെക്കുറിച്ച് കർത്താവ് പറയുകയാണ്. നിങ്ങൾ ഓരോരുത്തരും താന്താന്റെ സ്വന്തത്തിലേക്ക് ചെതറിപ്പോവുകയും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വന്നുമിരിക്കുന്നു. പിതാവ് എന്നോട് കൂടി ഉള്ളത് കൊണ്ട് ഞാൻ ഏകൻ അല്ല താനും. കർത്താവ് പറഞ്ഞു, നിങ്ങളെല്ലാവരും എന്നെ വിട്ട് ഓടിപ്പോകും, ഓടിപ്പോയേ മതിയാകുള്ളൂ. കാരണം അത് സ്വർഗീയ പദ്ധതിയാണ്. അവൻ ഇടയനെ വെട്ടുമ്പോൾ ആടുകൾ ചിതറിപ്പോകണം എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതി. അതേക്കുറിച്ച് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. യേശുവിന്റെ ശിഷ്യന്മാർ ഇത്രയും ധൈര്യത്തോടെ ഞങ്ങൾ അറിയുന്നു, ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു, ഈ കർത്താവ് പറഞ്ഞു അവരെ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്ന അറിയാമൊക്കെ പറഞ്ഞിട്ടും ഈ കർത്താവിനെ ഇത്രയും സ്നേഹമുണ്ടായിരുന്ന ശിഷ്യന്മാർ യോഹന്നാനൊക്കെ വിട്ട് ഓടിപ്പോയല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുമ്പോൾ അത്രയും സ്നേഹം ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള ചിന്ത വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ദൈവഹിതമായിരുന്നു. അവരേതെങ്കിലും വിധത്തിലുള്ള സ്നേഹത്തോടുകൂടി വിട്ടുപിരിയാൻ നിന്ന് അതുകൊണ്ട് പത്രോസിനെ ഉൾപ്പെടെയുള്ളവരെ ദൈവം എവിടെ നിന്ന് മാറ്റാൻ കാരണം അതാ. ചെതറിപ്പോയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇടയനോട് കൂടി ആരും മരിക്കുവാൻ ദൈവം സമ്മതിച്ചില്ല. അതുകൊണ്ടാണ് അവരെ ചെതറിച്ചു കളഞ്ഞത്. അതല്ലാതെ അവർ സ്നേഹമില്ലാത്തത് കൊണ്ടോ പിന്മാറ്റക്കാരായതുകൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് യേശുവോട് നന്ദി ഇല്ലാത്തതുകൊണ്ടൊന്നും അല്ല. കാരണം ആ സന്ദർഭത്തിൽ അവര് മാറിയേ മതിയാകുള്ളൂ. അത് മാറേണ്ടത് അത് ദൈവ പദ്ധതിയായിരുന്നു. ഇടയനെ വെട്ടുമ്പോൾ ആളുകൾ ചെതറിപ്പോകണം. ദൈവസഭയുടെ നേതൃത്വത്തിലേക്ക് വരാനുള്ള ആരും തന്നെ പിടിക്കപ്പെടുവാൻ പാടില്ല. അതുകൊണ്ടാണ് കർത്താവ് അങ്ങനെ അവരെ ചെതറിച്ചളയാൻ കഴിയാത്തത്. എന്ന കർത്താവ് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും എന്നെ വിട്ടുപോകും, പക്ഷേ എന്റെ പിതാവാൻ ദൈവം എന്നെ ഏകനായി വിട്ടിട്ടില്ല. അവൻ എന്നെ ഒരു നാളും എന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയുമില്ല എന്ന് പറഞ്ഞത് ഇതേ അർത്ഥത്തിലാണ്. അപ്പോൾ എല്ലാവരും വിട്ടുപോകുമ്പോഴും സ്വർഗീയ പിതാവ് തന്റെ പുത്രനെ കൈവിട്ടില്ല. എന്നാൽ അവസാനമായി നമുക്കറിയാൻ സാധിക്കുന്നത് പിതാവിനെ അല്പസമയത്തേക്ക് കൈവിട്ടെങ്കിലും അവനെ ഏകനായി വിട്ടില്ല. പിതാവ് എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ല താൻ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കല്ല, പിതാവിനോട് കൂടെയുണ്ട്. ഇപ്പം ഇന്ന് ഈ തിരുവചനം പഠിക്കുമ്പോൾ നമ്മൾ അതേ രീതിയിലാണ് ക്രിസ്തുവായിട്ട് ബന്ധത്തിൽ മനസ്സിലാക്കുന്നത്. കർത്താവ് ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥനായി വിടുന്നത്, ഏകനായി വിടുകയില്ല. ഏത് അവസ്ഥയിലാണെങ്കിലും, ഒറ്റപ്പെട്ട അവസ്ഥയിലാണെങ്കിലും, കാരാഗ്രഹത്തിലാണെങ്കിലും, എവിടെയാണെങ്കിലും കർത്താവ് നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. കാരണം ജോസഫ് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ ജോസഫ് നോക്കിയപ്പോൾ അവിടെ ആരുമില്ല, തൻ്റെ പിതാവില്ല, സഹോദരന്മാരാര് എന്ന് പറഞ്ഞാൽ തന്നെ സ്നേഹിക്കുന്നവരായിട്ട് ആരുമില്ല. പക്ഷേ അവനോട് കൂടെ ദൈവം ഇരുന്നെന്നാണ് പറഞ്ഞത്. ദൈവത്തിന്റെ സാന്നിധ്യം അവനെ ഒറ്റയ്ക്ക് വിട്ടില്ല. അതുകൊണ്ടാണ് അവൻ കൃതാർത്ഥനായി തീർന്നത്. അവൻ ചെയ്ത കാര്യങ്ങളൊക്കെ വിജയിക്കാൻ കാരണം ദൈവത്തിന്റെ സാന്നിധ്യം അവനോട് കൂടി ഇരുന്നതുകൊണ്ടാണ്. ഇവിടെയും കഥ പറയുകയാണ്, എന്നെ പിതാവ് ഏകനായി വിട്ടിട്ടില്ല, ഞാനിത് ഏകനായിട്ടല്ല ചെയ്യുന്നത്, എൻ്റെ പിതാവിൽ വസിച്ചുകൊണ്ട് അവന്റെ ഇഷ്ടമാണ് ചെയ്യുന്നത്. ക്രിസ്തുവും സഭയോടുള്ള ബന്ധത്തിൽ നമ്മൾ കഥ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥനായി വിടുകയില്ല എന്നതിന്റെ അർത്ഥം മരണത്തിൽ പോലും പിരിയാത്ത ബന്ധമാണ് ദൈവബന്ധം, ദൈവത്തിന്റെ സ്നേഹം. മരണത്തിൽ പോലും പിരിയാത്ത ബന്ധം, പിരിയാബന്ധമാണിതെന്ന് ഭക്തന്മാർ പാടിയത് അതുകൊണ്ടാണ്. എല്ലാ ബന്ധങ്ങളും പിരിയുന്നത് മരണത്തോടുകൂടി പിരിഞ്ഞു പോകുമ്പോൾ, അവിടം കൊണ്ട് തീർന്നു പോകുമ്പോൾ
ദൈവം പറഞ്ഞു അവിടെ കൊണ്ട് തീർന്നു പോകുന്നതല്ല എൻ്റെയും പിതാവിൻ്റെയും ബന്ധം, ഞങ്ങൾ എന്നേക്കുമുള്ള ബന്ധത്തിലായതുപോലെ ദൈവമക്കളും ദൈവമായിട്ടുള്ള ബന്ധവും നിത്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, മരണത്തിൽ പിരിഞ്ഞു പോകുന്ന ബന്ധമല്ല, അവിടെ കൊണ്ട് തീർന്നു പോകുന്ന ബന്ധമല്ല, കല്ലറയ്ക്കപ്പുറത്തേക്കുള്ള ബന്ധമാണ് നിത്യബന്ധം. ആ ബന്ധത്തെക്കുറിച്ചാണ് ഇവിടെ കർത്താവ് പറഞ്ഞത്. എല്ലാവരും എന്നെ വിട്ട് ഓടിപ്പോകും, പക്ഷേ എന്നെ ഏകനായി വിടാത്ത എൻ്റെ ദൈവം എന്നോട് കൂടിയുണ്ട്. നമുക്ക് വേണ്ടി എൻ്റെ പുത്രനെ ക്രൂശിൽ കൈവിട്ടെങ്കിലും പിതാവേ നീ എന്നെ കൈവിട്ടത് എന്തെന്ന് സ്വർഗീയ പിതാവിനോട് പുത്രൻ ചോദിക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്തും ദൈവത്തിൻ്റെ അവൻ നമുക്ക് വേണ്ടി തൻ്റെ പുത്രനെ അല്പസമയത്തെ കണ്ണടച്ചു കളഞ്ഞത്, അവനെ ഏകനായിട്ടല്ല വിട്ടത്, അവന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ, യേശു മരിച്ച ശേഷമായിട്ടുള്ള സകല കാര്യങ്ങളും ചെയ്യുവാൻ പിതാവിൻ്റെ സാന്നിധ്യം അവിടെ വ്യാപരിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് നമുക്കിവിടെ തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാണ്, എന്നെ ഏകനായി വിട്ടിട്ടില്ല താനും, കൂടെയുള്ളത് കൊണ്ട് ഞാൻ ഏകനല്ല താനും, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. കർത്താവ് സംസാരിച്ചത്, ആരെല്ലാം സംസാരിച്ചാലും സമാധാനം ഉണ്ടാകത്തില്ല അല്ലെ? എത്ര സംസാരിച്ചാലും സമാധാനം ഉണ്ടാകത്തില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം, ക്രിസ്തുവിന്റെ വചനമാണ് സമാധാനം ഉണ്ടാകുന്നത്. കർത്താവ് സംസാരിച്ചാൽ നമുക്ക് സമാധാനം ഉണ്ടാകും. ദൈവത്തിന്റെ ശബ്ദം കേട്ട് കർത്താവിനോട് പറയുക, നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതാണ് ഇത് നിങ്ങളോട് സംസാരിക്കും, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഇപ്പം നമുക്ക് സമാധാനം ഇല്ലെങ്കിൽ, ഒരു സ്വസ്ഥത ഇല്ലെങ്കിൽ ദൈവം നമ്മോട് സംസാരിച്ചിട്ടില്ലെന്നാണ്. പിന്നെ രാത്രിയിൽ നമുക്ക് ഏതെങ്കിലും വിഷയത്തിൽ സ്വസ്ഥതയോ സമാധാനം ഇല്ലെങ്കിൽ ആ വിഷയമായിട്ടൊരു വ്യക്തത നമുക്ക് ലഭിച്ചിട്ടില്ല. ദൈവത്തോട് ദൈവം നമ്മോട് സംസാരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ അസ്വസ്ഥരാകുന്നത്. എന്നാൽ നമുക്കൊരു ഉറപ്പുണ്ട്, ദൈവം നമ്മളോട് സംസാരിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് ആ സമാധാനമുണ്ട്. യേശുവിന്റെ സന്ദേശം, യേശുവിന്റെ വചനം, വചന കേൾവി നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉളവാക്കും. ഇന്ന് ലോകത്തിൽ സമാധാനമില്ലാത്ത ഒരു നിലവാരത്തിലേക്ക് ലോകം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സമാധാന സന്ദേശമെന്ന സുവിശേഷം നാം അറിയിക്കുന്നത്, ആ ക്രിസ്തുവിനെ കുറിച്ച്, യേശുവിനെ കുറിച്ച് കേൾക്കുന്ന വചനത്തിന്റെ ദൂത് വെളിപ്പെടുന്ന, അല്ലെങ്കിൽ യേശു എന്ന് പറയുന്ന സ്ഥലത്ത് വ്യാപരിക്കുന്ന ഒരു പ്രത്യേക സമാധാന അന്തരീക്ഷമുണ്ട്. ഇന്ന് രാത്രിയിലും യേശു ക്രിസ്തുവിന്റെ വചനത്തിന്റെ സാന്നിധ്യം വായുവിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ വചനം സഞ്ചരിക്കുന്ന എല്ലാ മേഖലകളിലും സമാധാനം ഉളവാകും. നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ യേശുവിന്റെ നാമത്തിൽ നമ്മൾ ചിലരെ ചേർത്ത് നിർത്തുമ്പോൾ, അവിടെയെല്ലാം യേശു ക്രിസ്തുവിന്റെ വചനത്തിന്റെ സമാധാനം അന്തരീക്ഷത്തോടെ വ്യാപരിപ്പാനിടയാത്തിലും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടത്. അപ്പോൾ ഈ ലോകത്തിൽ ആരെങ്കിലും സമാധാനമില്ലാത്തവരായിട്ടുണ്ടെങ്കിൽ അവർക്ക് സമാധാനം ഉളവാകുവാൻ യേശുവിന്റെ വചനം കേട്ടാൽ മതി. ഈ ലോകത്തിൽ സമാധാനം നൽകുന്ന ഒരേ ഒരു സന്ദേശം യേശുവിന്റെ വചനം മാത്രമേ. ബാക്കിയുള്ളതൊക്കെ താൽക്കാലിക സമാധാനങ്ങളാണ്. പക്ഷെ നമുക്ക് ആശ്വാസന്റെ വാക്കുകളൊക്കെ ലോകത്ത് നമുക്ക് കിട്ടാറുണ്ട്. കടാശ്വാസം, അല്ലെങ്കിൽ രോഗസൗഖ്യം, അതൊക്കെ നമുക്ക് ആശ്വാസങ്ങളാണ്. നമ്മുടെ കടം എഴുതിത്തള്ളി, അല്ലെങ്കിൽ വിധിയിൽ നിന്ന് നമ്മളെ കേസിൽ നിന്ന് ഒഴിവാക്കി, ഇങ്ങനെയൊക്കെയുള്ള ആശ്വാസങ്ങൾ ലോകത്തിൽ നമുക്ക് കിട്ടുമ്പോൾ ആശ്വാസങ്ങളാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇത് നമുക്ക് സമാധാനമുണ്ട്. അന്തോരെ അസ്വസ്ഥമായിരുന്ന വിഷയങ്ങളിൽ അതിൽ നിന്ന് റിലീഫാകും. നമ്മൾ വേദനയിൽ നിന്ന് നമുക്ക് റിലീഫായാൽ, ഒരു മരുന്ന് കഴിച്ചു, അല്ലെങ്കിൽ നമുക്കത് റിലീഫായാൽ നമുക്ക് സമാധാനമുണ്ടാകും. അല്ലെങ്കിൽ നമുക്ക് അസ്വസ്ഥയായിരിക്കും. അപ്പോൾ അങ്ങനെ അസ്വസ്ഥമായിരിക്കുന്നതിനെ ഇവിടെ നമുക്ക് സമാധാനം നൽകുന്ന, അല്ലെങ്കിൽ സ്വസ്ഥത നൽകുന്ന കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആശ്വാസങ്ങളുണ്ട്. ഗവൺമെന്റിന് ദരിദ്രരായത് അല്ലെങ്കിൽ കടക്കണിയിലുള്ളവരെ ആശ്വസിപ്പിക്കാൻ കഴിയും, അധികാരികൾക്ക് കഴിയും, അവർക്കൊക്കെ ആശ്വാസം. നമുക്ക് അറിയപ്പെടുന്ന ചില ആൾക്കാർ ചില സ്ഥലങ്ങളുണ്ടെങ്കിൽ നമുക്കത് ആശ്വാസമാണ്. ഇനി ആളുണ്ടല്ലോ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ കാര്യങ്ങൾ നടത്താനായിട്ടൊരു ആശ്വാസം നമുക്കുണ്ടാകും. നമുക്കൊരു ആശ്വാസമോ സമാധാനം ഉണ്ടായിരിക്കും. ആ വിഷയത്തിൽ സമാധാനം ഉണ്ടാകും. ഇപ്പം ഞാൻ നിങ്ങളുടെ മക്കളാരെങ്കിലും എന്നൊരു ഡിപ്പാർട്ട്മെന്റ് ജോലിയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ മറ്റുള്ളവരെ പോലെയാണല്ലോ ഒരു പ്രത്യേക ഒരു ആശ്വാസം. എൻ്റെ മകനല്ലെങ്കിൽ മകളല്ലെങ്കിൽ റിലേറ്റീവ് ആരെങ്കിലും ഉണ്ടല്ലോ അവിടെ എന്ന് പറയുമ്പോൾ നമുക്കൊരു ആശ്വാസമുണ്ട്, നമുക്കൊരു സമാധാനം ഉണ്ടാകും. ഞാൻ അങ്ങനെ ലോകത്തിൽ നമുക്ക് ഒരുപാട് ആശ്വാസം, പക്ഷേ അതിനപ്പുറമായിട്ടുള്ള ഒരാശ്വാസം ഇവിടം കൊണ്ട് ആർക്കും നൽകാൻ കഴിയത്തില്ല. എന്നാൽ മരണത്തിനപ്പുറമായ നിത്യസമാധാനം നൽകുവാൻ യേശുവിന്റെ വചനത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഒരുപക്ഷെ ഇവിടെ പല കാര്യങ്ങൾക്കും ആശ്വാസം കിട്ടുമായിരിക്കും. ഞാൻ പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് കിട്ടിയാൽ
കുഞ്ഞുങ്ങളില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടാകുന്ന രീതിയിൽ ട്രീറ്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഉടലൊരു സമാധാനം ഉണ്ടാകും, സ്വസ്ഥത ഉണ്ടാകും. പക്ഷേ അത് ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ ആശ്വാസമാണ്, സന്തോഷമാണ്, സമാധാനമാണ്, ദൈവം കൊടുത്തതാണ്, ദൈവത്തിന്റെ പദ്ധതികളാണ് അതൊക്കെ. എന്നാൽ ക്രിസ്തു മുഖാന്തരം നൽകുന്ന സമാധാനം അത് നിത്യസമാധാനമാണ്. അത് നിത്യതയിലേക്കുള്ള സമാധാനം അത് നൽകുവാൻ ആർക്കും കഴിയത്തില്ല. അത് നൽകുവാൻ യേശു ക്രിസ്തുവിന്റെ വചനത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് അവനിൽ അവിടെ അല്ലാതെ ആർക്കും രക്ഷയുടെ സമാധാന മാർഗത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞല്ലോ. ലോകത്തിൽ ആശ്വസിപ്പിക്കുന്ന പല മാധ്യമം നമ്മൾ പറയാ, ലോകത്തിൽ യേശു ക്രിസ്തു മാത്രമേ സമാധാനമുള്ളെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ചില മഹാന്മാർ സംസാരിക്കുന്നത്, ചില ഗുരുക്കന്മാർ മതാചാര്യന്മാർ ഒക്കെ സംസാരിക്കുന്നത്, അനേകർക്ക് ആശ്വാസം, അവരൊക്കെ ആ മെസ്സേജിൽ കേട്ടിരുന്ന സമയങ്ങൾ വളരെയധികം അത് ആ വചനത്തിൽ അവർ പറയുന്ന ആ കാര്യങ്ങളിൽ ആകർഷകരായിട്ടിരിക്കാറുണ്ട്. ഞാൻ പറഞ്ഞാൽ അവരവിടെ ഇരിക്കുന്നവരൊന്നും ഒന്നും അവർക്ക് സമാധാനം കിട്ടുന്നില്ലെന്റെ അർത്ഥം. അവർക്ക് ലോകത്തിൽ സമാധാനം കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ലോകസമാധാനം കൊണ്ട് അല്ല, ലോകസമാധാനത്തിന്റെ ഈ ലോകത്തിന്റെ ജീവിതത്തിന്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളല്ല ക്രിസ്തു മുഖാന്തരം ലഭിക്കും. വ്യത്യാസം മനസ്സിലാകണം. ഞാൻ ഇവിടെ പകരം മെഡിറ്റേഷൻ, മറ്റു പല കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് മുഖാന്തരമായി സമാധാനമുണ്ടാകും. പക്ഷേ അതൊരിക്കലും നിത്യത്തിലേക്കുള്ള ഒരു വഴിയല്ല. അതെല്ലാം കല്ലറ കൊണ്ട് തീർന്നു, മണ്ണിൽ അടിഞ്ഞു തീരും, ഇവിടം കൊണ്ട് തീരും. ഇവിടുത്തെ ആശ്വാസങ്ങളും ഇവിടുത്തെ സകല സമാധാനത്തിന്റെ മാർഗങ്ങളും ഏത് വ്യക്തിയുടെ സംസാരങ്ങളും അതിവിടുത്തെ ലോകത്തിൽ അടിഞ്ഞു ചേരുമ്പോൾ, കല്ലറയ്ക്കുള്ളിൽ ഒതുങ്ങിപ്പോകുമ്പോൾ, ഇവിടെ സംസാരിച്ച സാമുദായിക നേതാക്കന്മാരും മതാചാര്യന്മാരും ഉന്നതന്മാരായിരിക്കുന്നവരൊക്കെയും അനേകർക്ക് ആശ്വാസം കൊടുത്തിട്ട് അവരുടെ സംസാരം, അവരുടെ പ്രസംഗം അല്ലെങ്കിൽ അവരുടെ സ്പീച്ചസ് അനേകരെ ഇന്നും ഒരുപക്ഷെ ആശ്വാസം കൊടുക്കുന്നുണ്ടെങ്കിലും ഇന്നും അവരുടെ കല്ലറകൾ ഇവിടെയുണ്ട്. എന്നാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന, നാം വിശ്വസിക്കുന്ന, നാം ഇത് രാത്രിയിൽ പഠിക്കുന്ന അല്ലെങ്കിൽ നാം ചിന്തിക്കുന്ന യേശു ക്രിസ്തുവിന്റെ വചനം കല്ലറ കൊണ്ട് ഒതുങ്ങിയതല്ല. അത് മരണത്തിനപ്പുറം എന്നേക്കും ജീവിക്കുന്നതിനായതുകൊണ്ടാണ് നിത്യസമാധാനം ക്രിസ്തുവിന് മാത്രമേ നൽകുവാൻ കഴിയൂ എന്നുള്ളത് ദൈവത്തിന്റെ വചനത്തിലൂടെ നാം ഇവിടെ സ്ഥിരീകരിക്കുന്നത്. അതുകൊണ്ട് നാം എല്ലാ വിധത്തിലും നമ്മൾ ചിന്തിക്കണം. അല്ലാതെ യേശു ക്രിസ്തുവിൽ മാത്രമാണ് സമാധാനം ഉണ്ടാകുന്നതല്ല നാം ചിന്തിക്കുന്നത്. മറ്റു പല മാർക്കും കൂടി സമാധാനം ഉണ്ടാകാം, ആശ്വാസം ഉണ്ടാകും, വിടുതലുണ്ടാകും, ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ അങ്ങനെ തന്നവരും കൊടുത്തവരും ചികിത്സിച്ചവരും അല്ലെ, വിടുതൽ കിട്ടിയ ഡോക്ടർ നമ്മൾ ഒരുപക്ഷെ താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ കല്ലറയും കുറച്ച് കഴിയുമ്പോൾ ഇവിടെ കാണും. ഇവിടെ എല്ലാ വ്യക്തികളെയും ചികിത്സിച്ചവരെയും ചികിത്സിക്കപ്പെട്ടവരും അതുപോലെ ആശ്വസിപ്പിച്ചവരും ആശ്വസിപ്പിക്കപ്പെട്ടവരും അങ്ങനെ സഹായിച്ചവരും ആശ്വാസം ഉള്ളവരും അധികാരമുള്ളവരും എല്ലാവരും ഇവിടെ കല്ലറയ്ക്കുള്ളിൽ മണ്ണിൽ ലയിച്ചു ചേരുമ്പോൾ ഒരുവൻ മാത്രമേ എന്നേക്കുമുള്ളൂ. അവനാണ് നസ്രയനായിരിക്കുന്ന യേശു. അവൻ മരണത്തെ ജയിച്ചുയർത്തുന്നേറ്റവനായതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ സന്ദേശം നിത്യ സമാധാനം. യേശു ക്രിസ്തുവിന്റെ വചനം നമുക്ക് നൽകുന്നത് നിത്യസമാധാനമാണെന്ന് രാത്രിയിൽ നാം ഇവിടുന്ന് ഈ വചനത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ജീവിതത്തിൽ വളരെയധികം അത് നമ്മുടെ അനുഭവമാണ്. നമുക്ക് ഇവിടം കൊണ്ട് മാത്രമല്ല, ഇവിടുത്തെ ജീവിതത്തിൽ നമുക്ക് സമാധാനമുണ്ട്. ചൂടേറിയ മരുഭൂമിയിൽ വല്ലാതെ കുഴഞ്ഞ് നാം ആയിത്തീരുമ്പോൾ, ഒരു സങ്കീർത്തനം എടുത്ത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സന്ദേശം കേൾക്കുമ്പോൾ, അന്ന് വരെയും നമ്മുടെ ഹൃദയത്തിൽ കൂടിയിരിക്കുന്ന ഈ വേദനാജനകമായിരിക്കുന്ന മരുഭൂമിയെ, ചൂടിനെ മാറ്റുവാൻ തണുപ്പിക്കുന്ന ആശ്വാസത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വചനങ്ങൾ നമ്മെ തണുപ്പിക്കുന്നതാണ്. ഇവിടെ മാത്രമല്ല, നിത്യത്തിലേക്കുള്ള നിത്യസമാധാനത്തിന്റെ മാർഗമാണ് ക്രിസ്തു മുഖാന്തരം തന്നിരിക്കുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ വചനം അവിടുന്ന് കേൾക്കുന്നത് നമുക്ക് സമാധാനം ഉണ്ടാകേണ്ടതിനാണ്. ആ സമാധാനം നിത്യസമാധാനത്തെ പറഞ്ഞ് ലോകം തരുന്ന സമാധാനം പോലെ അല്ല. അപ്പോൾ ലോകത്തിന് സമാധാനം നൽകാൻ കഴിയും. നമ്മളൊരിക്കലും നിങ്ങൾക്ക് മറ്റൊരു വഴിയിലൂടെ സമാധാനം ഉണ്ടാകത്തില്ല എന്നും അങ്ങനെയെല്ലാം പറയേണ്ടത്. അപ്പൊ തിരിച്ചവരോട് ചോദിക്കും, ഞങ്ങളുടെ ഇന്ന കാര്യങ്ങൾ, ചില പാട്ട് കേട്ട് ചിലർക്ക് സമാധാനം കിട്ടിയിട്ടുണ്ടല്ലേ, കിടന്നുറങ്ങിയിട്ടുണ്ട്. നല്ല പാട്ടുകൾ കേട്ടിട്ട് സമാധാനം കിട്ടുന്നവരുണ്ട്. ചില കവിതകൾ അല്ലെങ്കിൽ ചിലരുടെ സ്പീച്ചസ് ചിലർ ഒക്കെ അനേകം സ്പർശിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു ഇല്ലെന്നല്ല, ഇതൊക്കെ ലോക സമാധാനമാണ്. അവരെല്ലാം ഇവിടെ കൊണ്ട് ഇവിടെ കൊണ്ട് തീർന്നു പോകുമ്പോൾ സമാധാനമുള്ള നിത്യമായ സമാധാനം നൽകുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. കർത്താവ് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകേണ്ടതാണ്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പദ്ധതിക്ക് സമാധാനം
അത് ലോകം തരുന്ന സമാധാനമല്ല, നിത്യസമാധാനം തുറന്ന് പറഞ്ഞ് കർത്താവ് പറഞ്ഞു. ആ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകേണ്ട സംസാരിച്ചിരിക്കുന്നു. ഒരു കർത്താവ് പറയാണ്, നിങ്ങൾക്ക് ലോകത്തിൽ എന്നുണ്ട് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ സമാധാനം നൽകിക്കൊണ്ട് വാക്കുകൾ പറഞ്ഞ് കർത്താവരെ സമാധാനപ്പെടുത്തിയിട്ട് കർത്താവ് പറയുക, കർത്താവ് അടുത്ത പറയുകയാണ്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആകെപ്പാടെ പേടിച്ചു പോകും അല്ലെ? ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകാൻ ഞാൻ സംസാരിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളുടെ ജീവിതം എല്ലാം തികഞ്ഞതായി ഒരു കുഴപ്പമില്ലാതെ കഷ്ടമില്ലാതായി തീരുമെന്നല്ല എൻ്റെ അർത്ഥം. പറഞ്ഞു, ഞാൻ സംസാരിച്ചത് നിത്യസമാധാനമാണ്. അതിനുവേണ്ടി നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ലോകത്തിൽ എന്തുണ്ട്? കഷ്ടമുണ്ട്. എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഈ ലോകത്തെ ജയിച്ചത്? ഇവിടെ കഥ പറഞ്ഞത്, ഞാൻ ജയിച്ചിരിക്കുന്നു, നിങ്ങളും ജയാളികളാകും, ഇതുകൊണ്ട് ധൈര്യപ്പെടുവെന്ന് പറഞ്ഞു. നമുക്ക് കഷ്ടമുണ്ടെങ്കിലും കഥ പറഞ്ഞത്, ഞാൻ ഒറ്റയ്ക്കല്ല ജയിക്കുന്നത്, ഞാൻ ജയിച്ചിരിക്കുന്നു. അപ്പം നിങ്ങൾ ധൈര്യപ്പെടുവീൻ, നിങ്ങൾക്കും എന്ത് ചെയ്യാം? ജയിക്കാൻ ആണ് ഞാൻ സംസാരിച്ചത്. ഈ കഷ്ടത്തെ ജയിക്കണമെങ്കിൽ അതിന് അടിസ്ഥാനപരമായിട്ട് ഉള്ള ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അത് എന്താണെന്നുള്ളത് ദൈവം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ എങ്ങനെയാണ് കഷ്ടങ്ങളെ അതിജീവിപ്പാൻ കഴിയുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ഇവിടെ യേശുക്രിസ്തു എങ്ങനെയാണ് ലോകത്തെ ജയിച്ചിരിക്കുന്നത്? ആ കഷ്ടതയെ, അല്ലെങ്കിൽ ലോകത്തെ കഷ്ടമുണ്ട്, ഈ ജീവിതത്തിൽ കഷ്ടമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ കഷ്ടത്തെ അഭിമുഖീകരിച്ച് ജയിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് അറിയണമെങ്കിൽ അതിൻ്റെ പ്രധാനമായ അടിസ്ഥാനം വിശ്വാസമാണ്. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കഷ്ടതയുണ്ട്, ഞാൻ അനുഭവിക്കുന്ന കഷ്ടത വലിയ കഷ്ടതയാണ്, അത് ആർക്കും അനുഭവിക്കാൻ കഴിയാത്തതാണ്. ഞാൻ അതിനെ അഭിമുഖീകരിക്കുന്നത്, അതിനെ ജയിച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? അത് യേശുക്രിസ്തു വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായതുകൊണ്ടാണ്. എബ്രായലേഖനം 12-8 വാക്യം, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക, തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്തവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തെ വലത്തുവാതിരിക്കുകയും ചെയ്തു. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചുമെടുക്കാതിരിപ്പാൻ ഭാവികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധ സഹിച്ചവനെ ധ്യാനിച്ചോളൂ. കഥ പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞു, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ ജയിച്ചിരിക്കുന്നു, ഞാൻ ജയാളിയാണ്. എന്തുകൊണ്ട്? കാരണം എന്താ? അവൻ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാകുന്നു. അപ്പോൾ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. അപ്പോൾ കർത്താവിന്റെ വചനം, യേശു പറഞ്ഞത് സമാധാനം ഉണ്ടാക്കി പറഞ്ഞു. വിശ്വാസം ഉണ്ടാകണമെങ്കിൽ അത് കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അപ്പോൾ യേശു ക്രിസ്തു എന്നുള്ളത് വിശ്വാസമായി എന്ന് പറഞ്ഞാൽ അവൻ വചനത്തെ ഉറവിടമാണ്. അവന് അസാധ്യമായിരുന്നില്ല ലോകത്തെ ജയിക്കുക എന്നുള്ളത്. അവന് ലോകത്തെ ജയിക്കാൻ കഴിയും. അവൻ വിശ്വാസ ഉറവിടമാണ്. പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ, പിതാവാം പുത്രപരിശുദ്ധാത്മാവെന്നുള്ള ത്രിയേക ദൈവത്തോടുള്ള ബന്ധത്തിൽ അവര് വിശ്വാസത്തിന്റെ ഉറവിടമായതുകൊണ്ട് യേശുക്രിസ്തു വിശ്വാസ നായകനും പൂർത്തിവരുത്തനുമായതൊരു കഥ പറഞ്ഞു. ഈ കഷ്ടങ്ങൾ എനിക്ക് വിഷയമല്ല, ഞാൻ ജയിച്ചിരിക്കുന്നു. നിങ്ങൾക്കും കഷ്ടമുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ എന്നിൽ വിശ്വാസം ഉണ്ടാകണം. എന്നിൽ വിശ്വാസം ഉണ്ടാകുവാൻ, സമാധാനം ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു പറഞ്ഞതിന്റെ അർത്ഥം വിശ്വാസത്തിന് നായകനും പൂർത്തിവരുത്തുന്നതുമായ ദൈവമാണ്. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, എനിക്കുള്ള എല്ലാ കഷ്ടതയും ഞാൻ അഭിമുഖീകരിക്കുവാൻ ഞാൻ ശക്തനാണ്. കാരണം ഞാൻ വിശ്വാസത്തിന് ഉറവിടമാണ്, വചനമാണ്. എനിക്കത് സഹിക്കുവാൻ, വഹിക്കുവാൻ കഴിയും. എന്നാൽ നിങ്ങൾ മണ്ണുകൊണ്ടുള്ളവരാ. ആ മണ്ണുകൊണ്ടുള്ളവരെ കഷ്ടം സഹിക്കുവാൻ നിങ്ങളെ പ്രാപ്തന്മാരാക്കി എടുക്കുന്നത് എൻ്റെ വായിൽ നിന്ന് വചനം കൊണ്ടാണ്. എൻ്റെ വചനം നിങ്ങൾ ക്രിയ ചെയ്ത് കഴിയുമ്പോൾ ലോകത്തിൽ വരുന്ന ഏത് കഷ്ടതയും അഭിമുഖീകരിക്കുവാൻ നിങ്ങൾക്ക് കഴിവുണ്ടാകും. അതുകൊണ്ട് ധൈര്യപ്പെടുവീനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതേക്കുറിച്ച് ഒന്നുകൂടെ വ്യക്തമാക്കാൻ വേണ്ടി 1 യോഹന്നാൻ എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ വിശ്വാസത്തെക്കുറിച്ചുള്ള ആ വലിയ കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാകുവാനിടയായി തരും. എങ്കിലും നമുക്കത്
ബന്ധപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഒന്ന് യോഹന്നാന്റെ ലേഖനം അതിന്റെ 5-ാം അധ്യായം 4-5 വാക്യങ്ങൾ വായിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ഒന്ന് വരച്ചേക്കണം, അണ്ടർലൈൻ പേന ഉണ്ടെങ്കിൽ വരച്ചേക്കണം. ഈ വേദവസ്ത പഠനത്തിരിക്കുമ്പോൾ ഒരു പേനയുമായിട്ടിരിക്കാമെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. പ്രധാനപ്പെട്ട വാക്കുകൾ പറയുമ്പോൾ അത് നോട്ട് ചെയ്യുകയോ അത് വരയിടുന്നോ ചെയ്യുന്നത് നന്നായിരിക്കും. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. യേശു ദൈവത്തിനെന്ന് വിശ്വസിക്കുന്നല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? ഇവിടെ വിശ്വാസത്താലാണ് നാം ലോകത്തെ ജയിക്കുന്നത്, കഷ്ടതയെ ജയിക്കുന്നത് എന്നുള്ളത് ഇവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് കർത്താവ് ഞാൻ ലോകത്തെ ജയിച്ചു എന്ന് പറയുമ്പോൾ അർത്ഥം അതായത് ഞാൻ വിശ്വാസ നായകനും പൂർത്തിവ യേശുവിലാണ് വിശ്വാസമുള്ളത് മുഴുവൻ, ക്രിസ്തുവിലാണ് അതിന്റെ സോഴ്സ്. അപ്പോൾ അതിൽ നിന്ന് പ്രാപിച്ചാൽ നമ്മുടെ വിശ്വാസം, യേശു ദൈവത്തിന് വിശ്വസിക്കുന്നതിനല്ലാതെ ആരാ? നമുക്ക് ലോകത്തെ ജയിക്കണമെങ്കിൽ, കഷ്ടത ജയിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം, കേൾവി വർദ്ധിപ്പിക്കണം. ക്രിസ്തുവിൽ നിന്ന് കേൾക്കും തോറും നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. അപ്പോൾ ദൈവത്തെ ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. എങ്ങനെയാ ജയിക്കുന്നത്? ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ലോകത്തെ ജയിച്ച ജയമോ നാമും ജയാളികളാണ്. യേശുക്രിസ്തു പറഞ്ഞു, ഈ ലോകത്തിനെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല, കാരണം ഞാൻ വിശ്വാസത്തിന്റെ നായകനാണ്, വിശ്വാസത്തിന്റെ സോഴ്സ് ആണ് ഞാനാണ് ദൈവവചനം, ഞാൻ ജയാളിയാണ്. എന്നെ പരാജയപ്പെടുത്തുവാൻ ഇവിടെയുള്ള ഒരു ലോകത്തിന്റെ ഒരു ശക്തിക്കും കഴിയത്തില്ല, ഒരു കഷ്ടതയ്ക്കും കഴിയത്തില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ മുഖത്ത് തുപ്പിയപ്പോഴും അവന്റെ രോമം പറിച്ചെടുത്തപ്പോഴും അവനെ ഉപദ്രവിച്ചപ്പോഴും യേശു ലോകത്തെ ജയിക്കുകയായിരുന്നു, കഷ്ടതയെ ജയിക്കുകയായിരുന്നു. കാരണം അത് സഹിപ്പാൻ വഹിപ്പാനുള്ള ഊർജം അവനിലുണ്ടായിരുന്നു. ഇന്ന് സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാമും ലോകത്തെ ജയിക്കണമെങ്കിൽ, കഷ്ടതയെ ജയിക്കണമെങ്കിൽ, ചില വാക്കുകൾ കൊണ്ട് പോലും തകർന്നു പോകുന്നവരാ. ഉപദ്രവം വേണ്ട, ഒരു നല്ലൊരു വാക്ക് കേട്ടാൽ പോലും അതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്തവരാണ് ഞാനും നിങ്ങളും പ്രിയപ്പെട്ടവരെ. എന്നാൽ ഈ ദിവസങ്ങളിൽ നമുക്ക് വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി എന്താ പറയുക, ഞാൻ ലോകത്തെ ദൈവത്തിന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം എന്ന അടിസ്ഥാന പ്രമാണത്തിലാണ് നിലനിൽക്കുന്നത്. വിശ്വാസമില്ലാതെ ദൈവത്തെ ദൈവവിശ്വാസമില്ലെങ്കിൽ ഒന്നുമില്ല. അതുകൊണ്ടാണ് നമ്മളെ ബിലീവേഴ്സ് എന്ന് പറയുന്നത്. ഇതിനർത്ഥം നമ്മൾ എന്താ പറയുന്നത്? ഞാൻ വിശ്വാസിയാണെന്ന് പറയും, അല്ലെ? വിശ്വാസി. മറ്റുള്ളവർ വിശ്വാസികളല്ല, അല്ലെ? അതെ, അവർ വിശ്വാസികളാണ്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ ബിലീവേഴ്സ് എന്ന് പറയുന്നത്? ഇപ്പൊ മനസ്സിലായല്ലോ എന്താ ബിലീവേഴ്സ് എന്ന് പറയാൻ കാരണം എന്താ? നാം സത്യദൈവത്തിൽ വിശ്വസിക്കുന്നു, നാം അവനിൽ വിശ്വസിക്കുന്നുകൊണ്ട് ലോകം നമ്മളെ പകയ്ക്കും, കഷ്ടത തരും. പക്ഷേ നമ്മളിൽ ദൈവത്തിന്റെ വചനം നമ്മൾ കേട്ട് വചനം നമ്മൾ ഉള്ളത് കൊണ്ട് നാം ലോകത്തെ ജയിക്കുന്നവരായിരിക്കും. കാരണം നാം വിശ്വാസികളാണ്, വിശ്വാസത്തിൽ ജനിച്ചവരാണ്. വചനത്തിൽ വിശ്വസിച്ച് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് മുഴുവനും അക്ഷരാർത്ഥത്തിൽ, അതെ, അതിന്റെ ആത്മീകാർത്ഥത്തിൽ വരാനുള്ളതിനെ കുറിച്ചുള്ള ബന്ധത്തിൽ നാം പൂർണ്ണമായും വിശ്വസിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇളക്കം തട്ടാതിരിക്കുന്നത്. രാത്രി ഇതിനേക്കാൾ കൂടുതലൊരു വിശദീകരണം വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇവിടെ ഈ 33-ാം വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ട, ഇത് നിങ്ങളോട് സംസാരിക്കുന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ സമാധാനം ഉണ്ടാകുകയുള്ളൂ. ഇത് പറയാണ്, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കാരണം ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നത് വിശ്വാസത്തിന് നായകനും പോറ്റുവെത്തിനുമായതുകൊണ്ടാണ്. എന്നിൽ നിങ്ങൾ വിശ്വസിക്കും തോറും, എന്നെ പിൻപറ്റും തോറും, എൻ്റെ വചനം കേൾക്കും തോറും നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുമ്പോൾ നിങ്ങൾക്കും ലോകത്തെ ജയിക്കുവാൻ കഴിയും. ധൈര്യപ്പെടുവീൻ എന്നാണ് ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം നമ്മളോട് സംസാരിക്കുന്നത്. ഈ 2025 ഏപ്രിൽ മാസം ആദ്യത്തെ ദിവസം, 4-ാം മാസത്തിലെ പ്രാരംഭ ദിവസത്തിൽ ആരെങ്കിലും കഷ്ടം സഹിച്ച്, അല്ലെങ്കിൽ കഷ്ടതകളെ ഓർത്ത്, മറ്റു പല വിഷയങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നെങ്കിൽ, അധൈര്യപ്പെട്ടു പോകുന്നെങ്കിൽ, രാത്രി ദൈവാത്മ പറയുക, വിശ്വാസം വർദ്ധിക്കട്ടെ. അതേ, ദൈവത്തിന്റെ കേൾവി വർദ്ധിക്കട്ടെ. നാം കണ്ണടച്ച് വിശ്വസിക്കുകയാണ്, എൻ്റെ കർത്താവ് അത് ചെയ്യും, ഞാൻ വിശ്വസിക്കുന്നു. ഇത് രാത്രിയിൽ വിശ്വാസം, കേൾവി, യേശുവിന്റെ വചനത്തിന്റെ കേൾവി നമ്മൾ വിശ്വാസം വർദ്ധിപ്പിക്കുമ്പോൾ നമുക്കെതിരെയുള്ള
ഏത് കഷ്ടതയും അതിജീവിക്കാൻ ആവശ്യമായ ഊർജം നമ്മളിൽ ആ വചനത്തിന്റെ ശക്തി നൽകും എന്നുള്ളത് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ അറിയിക്കുക. നാം ഒരു തലവേദനയ്ക്കോ ഒരു രോഗത്തിനോ വൈറസിനോ മറ്റുള്ള ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി ഒരു മരുന്ന് ഉണ്ടാക്കിയത്, മനുഷ്യന്റെ ദൈവം കൊടുത്ത ബുദ്ധി ഉണ്ടാക്കിയത് കഴിക്കുമ്പോൾ അത് ക്രിയ ചെയ്ത് നമ്മുടെ തലവേദന മാറുന്നുണ്ട്, രോഗം മാറുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ ലോകമിടുന്ന കഷ്ടത മാറ്റുവാൻ, അത് മുഖാന്തരം അനുഭവിക്കുന്ന മനസ്സിന്റെ വ്യത മാറ്റുവാൻ ഇവിടെ ഒരു മരുന്നും കണ്ടുപിടിച്ചപ്പെട്ടില്ല. വേണമെങ്കിൽ ഉറക്കിക്കിടത്തുമായിരിക്കും, അതല്ലാതെ അത് മാറ്റിയെടുക്കാൻ കഴിയത്തില്ല. എന്നാൽ നമുക്ക് ആ ഏത് വിഷമത്തെയും വ്യസനത്തെയും മാറ്റുവാൻ, ആ കഷ്ടതയെ സഹിപ്പാനുള്ളതായ ആ മെഡിസിനാണ് യേശുവിന്റെ വചനം. യേശുവിന്റെ വചനം നാം ശ്രവിക്കും തോറും, അത് നമ്മുടെ ഉള്ളിൽ വരും തോറും തക്ക സമയങ്ങളിൽ വിടുതലിന്റെ വചനങ്ങൾ നമ്മുടെ ഉള്ളിൽ വെളിപ്പെട്ടു വരും. അതങ്ങനെ വെളിപ്പെട്ടു വരുന്ന വചനം നമുക്ക് ആ സമയത്ത് റെമഡി ആയിരിക്കും, അഥവാ നമുക്ക് റിലീഫായിരിക്കും, സൗഖ്യമായിരിക്കും, വിടുതലായിരിക്കും എന്നാണ് ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഈ വചനം മനസ്സിലായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇതേക്കുറിച്ച് ദീർഘമായിട്ട് ഇനി സംസാരിക്കേണ്ട ആവശ്യം ഉണ്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളൊക്കെ ദൈവമക്കളും വചനം അറിയാവുന്നവരും ഒക്കെ ആണല്ലോ. ഇതിന്റെ പൊരുളൊക്കെ മനസ്സിലായി, ഇതിന്റെ റൂട്ട് മനസ്സിലായി കഴിഞ്ഞാൽ ഇത് സംബന്ധമായിട്ടുള്ള കൂടുതൽ അറിവുകൾ നമുക്ക് തന്നെ ചിന്തിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ അതിന്റെ കൂടുതൽ സമയം ഇതിലേക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിന്റെ പൊരുളൊന്ന് തിരിച്ചു തരിക എന്ന് മാത്രമാണ് ചെയ്തപ്പോൾ നമുക്ക് ലോകത്തെ ജയിക്കണമെങ്കിൽ, കഷ്ടതയെ നമുക്ക് സധൈര്യം നേരിടണമെങ്കിൽ എൻ്റെ ദൈവം എന്നെ അനാഥനായി വിടുകയില്ല, എന്നോട് കൂടി ഉണ്ട്, അവൻ എന്നെ സഹായിക്കും, എന്നെ വിടിവിക്കും എന്നുള്ള വിശ്വാസമുണ്ടെങ്കിൽ നാം ലോകത്തെ ജയിക്കും. നമ്മുടെ വിശ്വാസമോ നമ്മുടെ ജയമോ, നാം ലോകത്തെ ജയിച്ചതോ നമ്മുടെ വിശ്വാസം തന്നെ. അതുകൊണ്ടാണ് നമ്മളെ വിശ്വാസികൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് വിശ്വസിച്ചിരിക്കുന്നത്? കർത്താവായ അതേക്കുറിച്ചാണ് തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് നാം വിശ്വസിച്ചത്, നാം ആരാണ് എന്നൊക്കെ അതിനെ കുറിച്ച് നമ്മൾ ബിലീവേഴ്സ് എന്ന് പറയുമ്പോൾ അല്ലേ, നമ്മൾ ബിലീവേഴ്സ് എന്ന് പറയും. ബിലീവേഴ്സ് വിശ്വാസികളാണ്. നാം വിശ്വാസത്തിൽ സമൂഹത്തിൽപ്പെടുന്നവരാണ്, വലിയൊരു പുതിയ നിയമവിശ്വാസികളാണ്. ആ പദവിയിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുവന്നല്ലോ. അവൻ കർഷം സഹിച്ചത്, വചനമായിരിക്കുന്നവൻ കർഷം സഹിച്ച് ലോകത്തെ ജയിച്ചത് നമ്മയും ജയാളികളാക്കി തീർക്കാൻ വേണ്ടിയാണ്. അതിനാധാരമായിരിക്കുന്നത് നമുക്ക് ദൈവവചനത്തിലുള്ള വിശ്വാസമാണെന്നാണ് കർത്താവ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പോൾ കർത്താവ് തന്റെ സന്ദേശം ശിഷ്യഗണങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത് വിശ്വാസത്തിൽ വളരണം, എന്നിൽ വിശ്വസിക്കണം എന്നുള്ള ആ സന്ദേശമാണ് കർത്താവിടെ അവസാനിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ 14-ാമത്തെ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞ് 14-ാം അധ്യായത്തിന് ആരംഭമിട്ടെങ്കിൽ അതിവിടെ വീണ്ടും കഥ പറയുകയാണ്. അവിടെ അങ്ങനെ തെളിച്ചു പറഞ്ഞില്ല. എന്നാൽ യോഹന്നാൻ അപ്പോസ്തലൻ ഇത് എടുത്തെഴുതി ലേഖനം എഴുതിയപ്പോൾ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. യേശു സംസാരിച്ചത് കലങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ, തകർന്നു പോകാതിരിക്കണമെങ്കിൽ, പരാജയപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ വിശ്വാസമുണ്ടായിരിക്കണം. ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ എന്നെയും നിന്നെ പരാജയപ്പെടുത്തുവാൻ ഇവിടെയുള്ള ലോകത്തിലെ ഒരു പൈശാചികനും ഈ ലോകത്തിലെ ദൈവത്തിന് കഴിയത്തില്ല. കാരണം നമ്മളിൽ യേശു ക്രിസ്തു ഉള്ളത് കൊണ്ട്, വിശ്വാസം നമ്മളിൽ വസിക്കുന്നത് കൊണ്ട്, ക്രിസ്തു നമ്മളിൽ ഉള്ളത് കൊണ്ട് നമ്മളെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. അതുകൊണ്ട് നമുക്ക് ദിവസം ധൈര്യത്തോടെ മുന്നേറാം. യേശു ക്രിസ്തുവിന്റെ പാതയെ പിൻപറ്റുവാൻ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ദിവസങ്ങളിൽ അവന്റെ ആ വചനത്തിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാൻ, ഓടുവാൻ കർത്താവ് നമ്മെ ആകയാൽ നാമും സാക്ഷിയെടുത്ത വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും ഇട്ട് നമുക്ക് മുമ്പ് വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസ നായകനും പൂർത്തിവരുത്തനുമായ യേശുവിനെ നോക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓടുമ്പോൾ നമ്മുടെ ലക്ഷ്യസ്ഥാനം നമുക്ക് വേണ്ടി ജയാളിയാറ്റുന്ന യേശുവിനെ ഫോക്കസ് ചെയ്ത് വേണം ഓടുവാനായിട്ട്. അവർക്കെല്ലാം ഓടി എത്തുവാൻ കഴിഞ്ഞെങ്കിൽ, അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും അങ്ങനെയുള്ള വിശ്വാസികന്മാർ പഴയ നിയമത്തിൽ പറയുമ്പോൾ, പുതിയ നിയമത്തിൽ നമുക്ക് മുമ്പ് ഓട്ടം ഓടിയ പത്രോസും പൗലോസും സഫാനോസും മത്തായി മർക്കോസും ലൂക്കോസും അങ്ങനെ ദൈവത്തിന്റെ ദാസദാസന്മാർ അനേക ആൾക്കാർ അവര് സകല ഭാരം വിട്ട് നമുക്ക് മുമ്പ് വെച്ച് ഓട്ടം, അവരൊക്കെ ഓട്ടം സ്ഥിരതയോട് ഓടിയവരാണ്. അവരൊക്കെ ഓടിയപ്പോൾ അവർ നോക്കിയത് വിശ്വാസനായകനും പൂർത്തിവരുത്തനുമായ യേശുവിനെ നോക്കിക്കൊണ്ടായിരുന്നു. കാരണം ഇന്ന് രാത്രിയിലും നമ്മുടെയും ലക്ഷ്യം ഫോക്കസ് ചെയ്യുന്നത് ക്രിസ്തുവിൽ മാത്രമായിരിക്കണം. എല്ലാ ഹൃദയവും ദൈവത്തെ ധ്യാനിച്ചാട്ട്. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി വിശ്വാസ നായകനായവൻ കാൽവരിയാഗമായി തീർന്ന് അവന്റെ സ്വന്തം രക്തമൂറ്റി തന്ന, ജീവനുള്ള വിശ്വാസമാക്കി തീർത്ത, നമ്മെ ജീവനുള്ള വിശ്വാസികളാക്കി തീർത്ത, നിത്യജീവന്റെ
കാരണബോധനായി തീർന്ന യേശു ക്രിസ്തു അവർ കാൽവലി യാഗമായിത്തീർന്നത് കൊണ്ട് അവനിൽ നോക്കി വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ജീവന്റെ വിശ്വാസമാണ് നമ്മെ ജയാളികളാക്കി നിർത്തുന്നത്. അതാണ് നമ്മെ ഈ മുമ്പോട്ട് ഓടുവാനുള്ള പ്രേരണ നൽകുന്നത്. അതുകൊണ്ട് നമുക്ക് ഓട്ടം സ്ഥിരതയോടെ ഓടാം. വിശ്വാസാനുഭൂതിയുമായ ക്രിസ്തുവിനെ നമുക്ക് മുമ്പിൽ ലാക്കാക്കിക്കൊണ്ട് ദിവസങ്ങളിൽ നമ്മുടെ ഓട്ടം ജയിക്കുവാൻ യേശു കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതാണ് ഈ സന്ദേശത്തിന്റെ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത്. അത് പറഞ്ഞാണ് കർത്താവ് ഈ അവരോടുള്ള സംസാരം നിർത്തിയത്. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തിൽ വന്ന കർത്താവ് ലോകത്തെ ജയിപ്പാനിടയാത്തതെന്നു അല്ലെ പരാജയപ്പെടുത്തുവാൻ ആർക്കും കഴിഞ്ഞില്ല. രാത്രിയിലും അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിന് ജനിച്ചവരായ നമ്മളും ലോകത്തെ ജയിച്ചവരാണ്. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. നാം വചനം വായിക്കും തോറും പഠിക്കും തോറും ഗ്രഹിക്കും തോറും നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. വചന കേൾവി നമ്മുടെ വിശ്വാസ വർദ്ധന കാരണമായിത്തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ സന്ദർഭത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായ പഠന പൂർത്തീകരണം ഇവിടെ നിവൃത്തിയിരിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ വിടവാങ്ങൽ പ്രസംഗത്തിന്റെ ഒലിവുമലയിൽ വെച്ചുള്ള ശിഷ്യന്മാരോടുള്ള തനിക്കുള്ള പ്രിയപ്പെട്ടവരോടുള്ള അർത്ഥത്തിൽ യേശു അവരോട് സംസാരിച്ചവരെ ബലപ്പെടുത്തി, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കണം, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, ഞാൻ ജയാളിയായതുകൊണ്ട് എൻ്റെ വചനം വിശ്വസിക്കുന്ന നിങ്ങൾ ജയാളിയായിരിക്കും. നിങ്ങൾക്കറിയാമല്ലോ എന്ന് കർത്താവ് വെളിപ്പെടുത്താൻ പോവുകയാണ്. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതെ, സകലത്തെയും ജയിച്ചവൻ ജയാളിയായി യേശു ക്രിസ്തു നമുക്കും ജയം നൽകുന്നവനായ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രമെന്ന് പൗലോസൊക്കെ രേഖപ്പെടുത്താൻ കാരണം ജയത്തിന്റെ സന്ദേശമാണ് പുതിയ നിയമം. അതുകൊണ്ട് പരാജയത്തിന്റെ വാക്കുകളല്ല, മരണത്തിന്റെ വാക്കുകളല്ല, പാപത്തിന്റെ വാക്കുകളല്ല ദൈവമക്കൾക്ക് വേണ്ടത്. വിശ്വാസത്താൽ പാപമോചനം ലഭിച്ച്, വിശ്വാസത്താൽ വിശുദ്ധീകരണം പ്രാപിച്ച്, വിശ്വാസത്താൽ ദിവസങ്ങൾ തെളിവിലേക്ക് എത്തുന്ന ഞാനും നിങ്ങളും ക്രിസ്തുവിൽ ജയാളികളായി തീരുവാൻ വേണ്ടി നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് രാത്രിയിൽ സ്തോത്രം ചെയ്യാം. അതെ, നമുക്കെല്ലാ മേഖലകളിലും ജയം നൽകുന്ന ദൈവത്തിന് രാത്രിയിൽ എന്നു വന്നേക്കും സ്തോത്രവും പുകഴ്ചയും ആരാധനയും ഉണ്ടാകുമാറാകട്ടെ. 17-ാം അധ്യായത്തിലേക്ക് വരുന്നത്, ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞു തന്നാൽ ഇതുവരെയും ശിഷ്യന്മാരുടെ മുഖത്ത് നോക്കി കർത്താവ് സംസാരിച്ചു. തന്റെ ഒലിവുമലയിലുള്ള ഒടുവാങ്ങൽ പ്രസംഗത്തിന്റെ അവസാനം പൂർത്തീകരിച്ച ശേഷമായിട്ട് യേശു ഉയരത്തിലേക്ക് നോക്കി. കാരണം ശിക്ഷഗണങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി പിതാവാം ദൈവം ആരാണെന്നും അവൻ ലോകത്തിലേക്ക് പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നുവെന്നും തിരികെ പിതാവിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുന്നെന്നും അവൻ ജയാളിയായിത്തീരുന്നെന്നും അവൻ ലോകത്തെ ജയിച്ചു, ഇനി മരണത്തെ ജയിക്കുവാൻ വേണ്ടി യേശു പോകുന്നുവെന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ലോകത്തെ ജയിച്ചു എന്നവരെയുള്ള അവന്റെ ജീവിതം ലോകത്തിൽ ജയമായിരുന്നു. പാപത്തെക്കുറിച്ച് ആർക്കും ബോധം വരുത്തുവാൻ കഴിയാത്ത വിധത്തിൽ യേശു അവൻ ജഡത്തിൽ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ജയാളിയായിരുന്നു എന്നുള്ളത് കർത്താവിടെ സംസാരിച്ചിരിക്കുന്നത്. അത് പറഞ്ഞു, ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തിലേക്ക് നോക്കി. സ്വർഗത്തിലേക്ക് നോക്കി ആ സന്ദർഭത്തെ കുറിച്ച് നമുക്ക് സങ്കീർത്തനങ്ങളുടെ ബന്ധത്തിൽ നമ്മൾ പഠിക്കണം. ഇപ്പോൾ സങ്കീർത്തനങ്ങൾ 121-ാം സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും അറിയാം. 123-ാം സങ്കീർത്തനം 17-ാം വാക്യവും അറിയാം. അതിന്റെ 1-ാം വാക്യവും അറിയാം. 121-ാം സങ്കീർത്തനവും അറിയാൻ വയ്യാത്തവരാരും ആയിട്ട് ഇവിടെ ആരും കാണത്തില്ല. എല്ലാവർക്കും അറിയാം. നമ്മൾ കാണാതെ പറയുന്ന ഒരു സങ്കീർത്തനമാണ് 121-ാം സങ്കീർത്തനം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. അപ്പോൾ ഈ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർന്നു പറയുമ്പോൾ എവിടേക്ക് നോക്കണം? അത് സ്വർഗത്തിലേക്കുള്ള നോട്ടമാണ്. അന്ന് അവർ പറയുമ്പോൾ വിശുദ്ധ പർവ്വതം എന്നുള്ള യെരൂശലേമാണ്. യെരൂശലേമിലേക്ക് നോക്കിയാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അവരെവിടെ ഏത് സ്ഥലത്ത് പോയാലും മിസ്സായനെ സംബന്ധിച്ചിടത്തോളം അവര് വിശുദ്ധ പർവ്വതമായിരിക്കുന്ന യെരൂശലേമിനെ നോക്കിയാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് ദാനിയേലൊക്കെ ജനലിന്റെ കിളിവാതിൽ തുറന്നിട്ട് യെരൂശലേമിൽ ലക്ഷ്യമാക്കി പ്രാർത്ഥിച്ചു. അവര് പഴയ നിമിത്തം അങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. 123-ാം സങ്കീർത്തനത്തിൽ കാണാൻ സാധിക്കുന്നത്, സ്വർഗത്തിൽ വസിക്കുന്നതിനായുള്ളവേ നിങ്കിലേക്ക് ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തുന്നു. അപ്പോൾ ഇവിടെ ഭൂമിയിൽ മനുഷ്യനായി വന്ന യേശു ക്രിസ്തു സ്വർഗത്തിൽ വസിക്കുന്നതിനായുള്ള ദൈവത്തെങ്കിലേക്ക് അവന്റെ കണ്ണ് ഉയർത്തുകയാണ്. എൻ്റെ സഹായം അവിടെ നിന്ന് വരും. എൻ്റെ സഹായം ആകാശഭൂമി സൃഷ്ടിച്ച യഹോവയിൽ നിന്ന് വരുന്നു. താൻ
ഏറ്റെടുക്കാൻ പോകുന്ന ദൗത്യപൂർത്തീകരണത്തിന് വേണ്ടി പിതാവിന്റെ മുഖത്തേക്ക് നോക്കിയാണ് ആ മുഖത്തേക്ക് നോക്കുകയാണ്. അതേക്കുറിച്ച് ദൈവം വെച്ചാൽ ഏതെങ്കിലും ഒരു ഫാസ്റ്റിംഗ് പ്രയറിലോ അല്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥനയിലോ സന്ദേശം എടുക്കാം ഇതിന്റെ വിശദമായ രീതിയിൽ. ഈ ബൈബിൾ ക്ലാസ്സിൽ ഇത് മൊഴിയെടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ദൈവം വെച്ചാൽ മറ്റേതെങ്കിലും ഒരു സന്ദർഭത്തിൽ എടുക്കാം. എന്താണ് സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നതിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത്. അപ്പോൾ യേശു സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. സ്വർഗത്തിലേക്ക് നോക്കി സംസാരിച്ച മറ്റ് പല സന്ദർഭങ്ങളും അതിൽ പ്രധാന സന്ദർഭം ലാസറിന്റെ കല്ലറയ്ക്ക് ചെന്നപ്പോഴാണ് യേശു സ്വർഗത്തിലേക്ക് നോക്കി. അപ്പോൾ സ്വർഗത്തിലേക്ക് നോക്കുക. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വല്ലാത്ത പ്രതിസന്ധി വരുമ്പോൾ നെടുവീർപ്പെട്ടുകൊണ്ട് താഴേക്കൽ നോക്കേണ്ടത് ഉയരത്തിലേക്ക് നോക്കണം. അത് എൻ്റെ സഹായോടെന്ന് വരും. ഇന്ന് രാത്രിയിൽ നീ വല്ലാത്ത ഭാരത്തിലാണെങ്കിൽ, വേദനയിലാണെങ്കിൽ, രാത്രി ഉയരത്തിലേക്ക് നോക്കുക. നമുക്ക് വേണ്ടി കരുതുന്ന പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന കഷ്ടം തികഞ്ഞ് ദൈവത്തിനകത്തിരുന്ന് യേശുവിനെ ദർശിക്കാൻ കഴിയുമെങ്കിൽ, സ്തെഫാനോസിന്റെ കഷ്ടതയുടെ സമയത്ത് അവൻ ഉയരത്തിലേക്ക് നോക്കിയപ്പോൾ പിതാവിന്റെ വലത്തുഭാഗത്ത് പുത്രനാമ യേശു ക്രിസ്തു എഴുന്നേറ്റുമെന്ന്. ഇങ്ങനെയെങ്കിൽ ഇന്ന് ഈ രാത്രിയിൽ ഞാനും നിങ്ങളും നമ്മുടെ ഭാരമേറിയ വിഷയങ്ങളുമായി ദൈവത്തെങ്കിലേക്ക് നോക്കണം. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? ഇന്ന് രാത്രിയിൽ സഹായത്തിന് വേണ്ടി നമുക്ക് അപേക്ഷ, നമ്മുടെ ചെറുത് വലുതും ഏത് വിഷയമാകട്ടെ, ഉയരത്തിലേക്ക് നോക്കി പറയണം. ആരും അറിയണ്ട, ആരും കാണണ്ട പ്രിയപ്പെട്ടവരെ, ദിവസങ്ങളിൽ നാം ഉയരത്തിലേക്ക് നോക്കണം. നീ പ്രശ്നം ഉപയോഗിക്കുന്ന ഏത് വിഷയമാണോ ആ വിഷയമായിട്ട് ദൈവത്തിന്റെ സന്നദ്ധിയിൽ കർത്താവിന്റെ കരങ്ങളെ മലർത്തിപ്പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് നോക്കിയ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക. നമ്മുടെ കർത്താവ് മാതൃക കാണിച്ചു. അവൻ ഉയരത്തിലേക്ക് നോക്കി അവൻ പ്രാർത്ഥിക്കാതെ, ഉയരത്തിൽ വസിക്കുന്ന വെളിച്ചങ്ങളുടെ പിതാവ് അവിടെയുണ്ട്. അവൻ വെളിച്ചങ്ങളുടെ ദൈവമാണ്. ഇരുളായിരിക്കുന്ന മേഖലകളിൽ നമ്മെ വെളിച്ചമാക്കി തീർക്കുവാൻ, ഇരുൾ വ്യാപരിക്കുന്ന ഇരുളിന്റെ അന്ധകാരം വ്യാപരിക്കുമ്പോൾ അതിനെ വെളിച്ചമാക്കി മാറ്റുവാൻ യേശുവിന്റെ സാന്നിധ്യം നമുക്കുള്ളത് കൊണ്ട് രാത്രി അവൻ ഉയരത്തിലേക്ക് നോക്കിയപ്പോൾ പ്രകാശിതമാക്കുന്ന ആ പിതാവാം ദൈവത്തിന്റെ മുഖത്തേക്കാണ് യേശു നോക്കുവാനിടയാക്കുന്നത്. കാരണം താൻ കഷ്ടം സഹിക്കാൻ പോകുകയാണ്. ആ സമയത്ത് ആവശ്യമായ ആ ദൈവിക വെളിപ്പാട്, ദൈവികമായ ധൈര്യം പ്രാപിച്ചെടുക്കാൻ വേണ്ടി യേശു ഉയരത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയാണ്. അവൻ പറഞ്ഞെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. കഥാവിന് മുമ്പ് പല പ്രാവശ്യം പറഞ്ഞു, എനിക്ക് നാഴിക വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, നാഴിക വന്നിരിക്കുന്നു. നാഴിക വന്നിരിക്കുന്നത് എന്താണ്? അത് നാഴിക വന്നിരിക്കുന്നു. നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. എന്താണ് ഈ മഹത്വപ്പെടുത്തുക എന്നതിന്റെ അർത്ഥം പലപ്പോഴും നമുക്ക് മനസ്സിലാകത്തില്ല. ഇത് വളരെ വലിയൊരു വാക്കുകളാണ് ഈ മഹത്വപ്പെടുത്തുക. ഗ്ലോറിഫിക്കേഷൻ, ഗ്ലോറി എന്നൊക്കെ നമ്മൾ പറയും. ദൈവത്തിന് മഹത്വം കൊടുക്കുക, ആരാധിക്കുക, ദൈവത്തിനെ സ്തുതി ചെയ്യുക, സ്തോത്രമൊക്കെ നമ്മൾ പലതും പറയും. എന്നാൽ മഹത്വത്തെ കുറിച്ച് പറയും, മഹത്വവൽക്കരിക്കുക എന്ന് പറയുമ്പോൾ അതിന് പ്രചരണ പ്രക്രിയകളും പരസ്യങ്ങളുമാണ് മഹത്വവൽക്കരണത്തിന്റെ ഏറ്റവും സാധാരണമായ രൂപം. ഇപ്പോൾ ഒരാളെ മഹത്വവൽക്കരിക്കണമെങ്കിൽ അത് നമുക്കറിയാം, ഫുൾ പേജ് പരസ്യങ്ങളോ അല്ലെങ്കിൽ പ്രചരണ പ്രക്രിയ, കാൽനട യാത്രകളോ മറ്റുള്ളതൊക്കെ നടത്തിയാണ് അവരെ മഹത്വവൽക്കരിക്കുന്നത്. ഒരു വ്യക്തിയെ മഹത്വവൽക്കരിക്കുന്ന അങ്ങനെയാണ്. നമുക്കറിയാം രാഷ്ട്രീയത്തിൽ മഹത്വവൽക്കരിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ മഹത്വപ്പെടുത്തുക പറഞ്ഞാൽ അവരെ പരസ്യമായിട്ട് അവരെ അംഗീകരിക്കത്തക്ക രീതിയിൽ അവരെ പ്രസിദ്ധപ്പെടുത്തുക എന്നുള്ളതാണ് മഹത്വപ്പെടുത്തുന്നതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ എത്രമാത്രം അത് പരസ്യമാക്കപ്പെടുന്നുവോ ആ അധികാരമുള്ള പരസ്യം അല്ലെങ്കിൽ മറ്റുള്ളിലേക്ക് എത്തും തോറും അവരുടെ മഹത്വം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് പൊതുവെ ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് പ്രചരണ പരിപാടികൾ ഉണ്ടാകുന്നത്, പരസ്യ പ്രവർത്തനം ഉണ്ടാകുന്നത്. പ്രചരണ പ്രക്രിയകൾ നമുക്കറിയാം. അത് അവരുടെ മഹത്വത്തെ വെളിപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഒരു പാർട്ടിയുടെ ജില്ലാ റാലി നടക്കുന്ന സംസ്ഥാന സമ്മേളനം ഇങ്ങനെ നടക്കുമ്പോൾ ആൾക്കൂട്ടമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം വലിയൊരു ഗംഭീരം പരിപാടിയാണല്ലോ, ഒരു ഗംഭീരം പാർട്ടിയാണല്ലോ എന്നറിയാം. മനസ്സിലായല്ലോ?
അപ്പൊ അതുകൂടാതെ പരസ്യം നടത്തുമ്പോൾ അറിയാം, ഈ പരസ്യമോ ഇത്രയും വലിയൊരു പരസ്യം കിട്ടുമെങ്കിൽ ആള് ചെറിയ ചെറിയ ആൾക്കാരല്ല. നമുക്കറിയാമല്ലോ, ചർമ്മകോളത്തിൽ ഒതുങ്ങുന്ന ആൾക്കാരുണ്ട്, ഫുൾ പേജിൽ ഫ്രണ്ടിൽ വരുന്ന അവിടെ മരണവാർത്ത വരുന്ന ഫ്രണ്ടിൽ വരുന്ന ആൾക്കാരുണ്ട്, പിന്നെ കാശ് കൊടുത്തിരുന്ന ആൾക്ക്. ഞാൻ പറഞ്ഞത് ഇത് നമുക്കറിയാൻ പറ്റും, ഇന്ന ആൾക്കാര് അവരുടെ അനുസരിച്ചവര് അവർക്ക് പ്രശസ്തി ഉള്ളവരായിരുന്നു എന്നുള്ളതാണ് വെളിപ്പെടുത്തുന്നത്. ഇവിടെ ഇങ്ങനെ കർത്താവ് പ്രചരണ പ്രക്രിയ നടത്തിയോ പരസ്യം നടത്തിയോ അല്ല മഹത്വപ്പെടുത്തിയത്. അതുകൊണ്ടാണ് പറയുന്നത്, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തേണ്ടതിന്റെ അർത്ഥം, നീ എന്നെ ആ വലിയ പ്രവൃത്തി ചെയ്യുവാൻ ശക്തീകരിക്കുന്ന മുഖാന്തരമായി അത് ഞാൻ ചെയ്യുമ്പോൾ വിശാലമായ ഒരു അനുഭവത്തിലേക്ക് വരുന്നത് കൊണ്ട് അത് മുഖാന്തരം നീയും മഹത്വപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കർത്താവിന്റെ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ, അടയാളങ്ങളുടെ ആരംഭമായി കർത്താവ് പ്രവർത്തിക്കുമ്പോൾ, വെള്ളത്തെ വീഞ്ഞാക്കിയതിനെ കുറിച്ച് പറയുമ്പോൾ, അങ്ങനെ യേശു തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തി എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെയാണല്ലോ 2-ാം അധ്യായത്തിൽ നമുക്കത് അറിയാമല്ലോ. കാനാവിലെ കല്യാണത്തിന്റെ അതേക്കുറിച്ച് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാനാവിലെ കല്യാണത്തിൽ കർത്താവ് തന്റെ കാനാവിൽ വെച്ച് ചെയ്തു തന്റെ മഹത്വം വെളിപ്പെടുത്തി. 2-ാം അധ്യായം അതിന്റെ അവസാന വാക്യങ്ങളിലേക്ക് വരും, 11-ാമത്തെ വാക്യം. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു തന്റെ മഹത്വം വെളിപ്പെടുത്തി. അവിടെ ശിഷ്യന്മാർ അവൻ വിശ്വസിച്ചു. മറ്റാരും ചെയ്തിട്ടില്ലാത്ത അതിഗംഭീരമായ കാര്യങ്ങളെയാണ് മഹത്വം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അന്ന് വരെ ആരും ചെയ്യാത്തത്, വെള്ളത്തെ ആരും വീഞ്ഞാക്കിയിട്ട് ആക്കിയിട്ടുമില്ല. അപ്പോൾ തന്റെ മഹത്വം വെളിപ്പെടുത്താൻ വല്ലഭത്വമുള്ളവനാണ്, മഹത്വമുള്ളവനാണ്, മറ്റാരും ചെയ്യാത്ത പ്രവൃത്തി ചെയ്യുന്നവനാണ് യേശു എന്ന് വെളിപ്പെടുത്തി. അതാണ് പറഞ്ഞത്, പരസ്യപ്രക്രിയ കൊണ്ടോ പരസ്യങ്ങൾ കൊണ്ടോ ഏതെങ്കിലും വിധത്തിലായ ഭജന പ്രക്രിയകൾ കൊണ്ടാണ് ഇവിടെ അനേകര് മഹത്വവൽക്കരിക്കപ്പെടുന്നതെങ്കിൽ നമുക്കറിയാം, ഇവിടുത്തെ മഹത്വവൽക്കരണമൊക്കെ അങ്ങനെയാണ്. പക്ഷെ എന്നാൽ സ്വർഗത്തിന്റെ മഹത്വവൽക്കരണം അങ്ങനെയല്ല. അവന്റെ പ്രവൃത്തി വെളിപ്പെടുത്തി ശിഷ്യന്മാർ കാണുക, വെള്ളത്തെ ആ കൽപ്പണികളിൽ വെള്ളം പകർന്ന് കോരിയെടുത്തപ്പോൾ അത് ഏറ്റവും രുചിയും മണവും ഗുണവുമുള്ള മേത്തരമായ വീഞ്ഞായി മാറ്റിയപ്പോൾ അത് അന്ന് വരെ ചെയ്യാത്ത പ്രവൃത്തിയാണ്. അതൊരു ഗംഭീര പ്രവൃത്തിയാണ്. അത് വിശാലമായ അധികാരത്തിന്റെ പ്രവൃത്തിയാണ്. അതിനെയാണ് മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മള് കർത്താവിന് മഹത്വം കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇതിന്റെ അർത്ഥം എന്താ? കർത്താവേ, ഇത് അങ്ങേക്ക് മാത്രമേ ചെയ്യുവാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലായോ? നമ്മൾ ദൈവത്തിന് ഗ്ലോറി പറയാന്ന് അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? എന്റെ കർത്താവേ, ഞാൻ രക്ഷിക്കപ്പെട്ടത് ദൈവമേ നിന്റെ മഹത്വമാണ്, നിന്റെ മഹത്വത്തിന് കാരണമാണ്. മറ്റാർക്കും എന്നെ രക്ഷിക്കാൻ കഴിയത്തില്ല. നമ്മള് ദൈവത്തിന് മഹത്വം എന്ന് പറയുമ്പോൾ, ഗ്ലോറി ടു ഗോഡ് എന്ന് പറയുമ്പോൾ, അതിന്റെ പുറകിൽ നാം പറയുന്നത് ഇതങ്ങേക്ക് മാത്രമേ ചെയ്യുവാൻ കഴിയത്തുള്ളൂ. എന്റെ കഴിവല്ല, ഞങ്ങളുടെ ആരുടെയും കഴിവല്ല, അങ്ങയുടെ വല്ലഭത്വം വെളിപ്പെടുത്തിയതാണ്. അതിനാണ് മഹത്വം വെളിപ്പെടുത്തുക, മഹത്വം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടയാളങ്ങളുടെ ആരംഭമായിട്ട് വെള്ളത്തെ വീഞ്ഞാക്കി കർത്താവ് തന്റെ മഹത്വം വെളിപ്പെടുത്തിയെങ്കിൽ, യേശുക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനം ഒരു അടയാളമാണ്. ഈ അടയാളം ചെയ്യുന്നതിന് മുമ്പായി പിതാവാം ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി പുത്രനാണ് യേശുക്രിസ്തു പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നീ എനിക്ക് തന്നിരിക്കുന്ന അവസാനത്തെ അടയാളമായിരിക്കുന്ന മരണപുനരുത്ഥാനം എന്നുള്ള അടയാളത്തിലേക്ക് നാഴിക വന്നിരിക്കുക. കാനാവിലെ കല്യാണത്തിന്റെ വെള്ളത്തെ വീഞ്ഞാക്കിയതിനെ കുറിച്ച് കണ്ടു പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ, യേശുവിന്റെ അമ്മയോ മറിയോട് യേശു പറഞ്ഞു, എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന്. അതിന്റെ അർത്ഥം, എന്നോട് പിതാവാം ദൈവം എന്ത് പറയുന്നു അത് ഞാൻ ചെയ്യും. എന്റെ പ്രവൃത്തി അടയാളം അവിടെ തുടങ്ങിയാൽ അത് സമയബന്ധിതമായി പൂർത്തീകരിക്കപ്പെടുന്നത് അവസാന അടയാളത്തിലായിരിക്കും. അതുകൊണ്ട് ഈ കാനാവിലെ കല്യാണത്തിൽ യേശു അടയാളങ്ങളുടെ ആരംഭമായി ചെയ്തിട്ട് തന്റെ പ്രവൃത്തി അവിടെ ആരംഭിച്ച് തന്റെ മഹത്വം വെളിപ്പെടുത്തിയെങ്കിൽ, യേശു ക്രിസ്തുവിന്റെ അനവധി പ്രവർത്തികളോട് മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവർത്തികൾ ചെയ്ത്
അവൻ വെളിപ്പെടുത്തിയത് തന്നിലൂടെ തന്റെ പിതാവാം ദൈവത്തെ വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. അത് പരസ്യം അടിച്ചിറക്കുകയല്ല ചെയ്തത്, അത് അനേകരെ കൊണ്ട് പറയിപ്പിക്കുകയല്ല ചെയ്തത്. എന്നാൽ യേശു എവിടെ എന്ത് ചെയ്താലും അവിടെ വിസ്മയമുണ്ടാകുവാനിടയാ തീർന്നു, അവിടെ അത്ഭുതമുണ്ടാകുവാനിടയാ തീർന്നു. അനേകർ അതിശയിക്കത്തക്ക രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തത്. നിങ്ങൾ ക്രിസ്തുവിന്റെ ഏത് അടയാളങ്ങൾ അത്ഭുതങ്ങളും എടുത്ത് പഠിച്ചു, അവിടെയെല്ലാം എഴുതിയിരിക്കുന്നത് പുരുഷാരം വിസ്മയിച്ചു, പുരുഷാരം അല്ലെങ്കിൽ മറ്റുള്ള അത്ഭുതപ്പെട്ടു പോയി. കഴിഞ്ഞ ദിവസം നമ്മള് ഉപവാസ പ്രാർത്ഥനയിൽ മരണ വീടായിരുന്ന വിലാപ വീടായിരുന്നത് വിസ്മയത്തിന്റെ വീടായതിനെ കുറിച്ച് നമ്മൾ ചിന്തിപ്പാനായിട്ടിടയാറ്റുണ്ടായിരുന്നു. കൈറോസിന്റെ വീട്, ആ ശ്മശാന മൂകത പറ്റി മരണത്തിന്റെ പിടിയിലകപ്പെട്ട 12 വയസ്സുള്ള പെൺകുട്ടി അവിടെ കിടക്കുമ്പോൾ അവിടെ ദുഃഖം തളിക്കെട്ടിക്കിടക്കുന്ന വിലാപത്തിന്റെ ഒരു ഭവനമായിരുന്നു. എന്നാൽ യേശു തന്റെ മഹത്വത്തോട് വെളിപ്പെടുത്തിയപ്പോൾ അതൊരു വിസ്മയ ഭവനമായി മാറിയതുപോലെ യേശുവിന്റെ പ്രവൃത്തിയെല്ലാം വിസ്മയം ഉളവാക്കുന്നതാണ്. അതെല്ലാം മഹത്വത്തിന്റെ പ്രവൃത്തിയാണ്. അതിനെയാണ് മഹത്വത്തിന്റെ രാജാവ് ആർ എന്ന സങ്കീർത്തനത്തിൽ ചോദിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മഹത്വത്തിന്റെ രാജാവ് ആര്? 24-ാം സങ്കീർത്തനമാണ്. ഇതെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങളാണ്. 24-ാം സങ്കീർത്തനം എടുത്ത് വായിക്കുമ്പോൾ ഇവിടെ കാണുന്നത് 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, മഹത്വത്തിന്റെ രാജാവ് ആര് എന്ന് ചോദിച്ചിട്ടുണ്ട്. മഹത്വത്തിന്റെ രാജാവ്, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ആർ? ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ആർ? സൈന്യങ്ങളുടെ യഹോവ തന്നെ, അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ്. യേശുക്രിസ്തുവിന്റെ 1-ാമത്തെ വരവിനെ കുറിച്ചും 2-ാമത്തെ വരവിനെ കുറിച്ചും അത് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ആദ്യം പറഞ്ഞിരിക്കുന്നത്, അതിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തി എന്ന് പറഞ്ഞ് മഹത്വ രാജാവ് പ്രവേശിക്കുന്നു പറഞ്ഞപ്പോൾ യേശു ഗോശന്ന ആയിലൂടെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് അവർ ആർത്തു വിളിക്കുമ്പോൾ മഹത്വത്തിന്റെ രാജാവ് ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് അവിടെ രാജാവായി അവിടേക്ക് അവൻ പ്രവേശിക്കുമ്പോൾ അന്ന് വരെ തുറക്കാതെ കിടന്ന കഥകുകൾ ഉയർന്നിരിപ്പാനിടയാറ്റുന്നു. കഥകൾ ഉയരുവാനിടയാറ്റുന്നു പറഞ്ഞതിന്റെ അർത്ഥം ഒരു ഉയർച്ചയിലേക്ക്, മാറ്റത്തിലേക്ക്, മാനവംശത്തെ മാറ്റുവാൻ മഹത്വത്തിന്റെ രാജാവ് പ്രവേശിച്ചു. അതേക്കുറിച്ചാണ് പറയുന്നത്. സങ്കീർത്തനത്തിൽ പറയുന്നത് മഹത്വരാജാവ് പ്രവേശിച്ചു. 2-ാമത്തെ യുദ്ധവിനായിക വന്ന് സാത്താന്റെ തലയെ തകർക്കാൻ വേണ്ടി യേശു ക്രിസ്തു മഹത്വത്തിന്റെ രാജാവായി, നമുക്കറിയാം, ഹോശന്ന കഴിഞ്ഞ് അവൻ യെരൂശലേമിൽ അവൻ പ്രവേശിച്ചപ്പോൾ അവന് മുമ്പിൽ പണ്ടേയുള്ള വാതിലുകൾ അത് ഉയർന്നിരിപ്പാൻ ഇടയായി തീർന്നു. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കുമായിരുന്നു. അത് അന്ന് വരെയുള്ള വാതിലുകൾക്ക് ഒരു പരിധി ഉണ്ടായിരുന്നു. അതൊക്കെയും അത്രമാത്രം മതിയായിരുന്നു. എല്ലാവരുടെയും പ്രവൃത്തികൾ അത് പരിമിതപ്പെട്ടതായിരുന്നു. എന്നാൽ മഹത്വത്തിന്റെ രാജാവിന്റെ പ്രവൃത്തിയെ അത് പഴയതിന്റെ കഥകിന്റെ ലെവലിലുള്ള ഒരു പ്രവേശനമല്ല. അവൻ വലിയവനായതുകൊണ്ട് ഉയർന്നിരുന്നേ മതിയാകുള്ളൂ. എൻ്റെ ആത്മീയാർത്ഥം അതാണ്. അവൻ പ്രവൃത്തിയിൽ വലിയവനായതുകൊണ്ട്, ആലോചനയിൽ ഭയങ്കരത്വവും, ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ഭയങ്കരമായിരിക്കുന്ന ദൈവപുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തി വലിയതായതുകൊണ്ടാണ് എല്ലാ കഥകളും ഉയർന്നിരിക്കണം. അവൻ പ്രവർത്തിക്കാൻ വന്നിരിക്കുന്നു, മരണത്തെ ജയിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. സങ്കീർത്തനം ഇനിയും 2-ാമത് യേശു ക്രിസ്തു വരുമ്പോഴും അതേ രീതിയിലുള്ള മഹത്വ രാജാവ് പ്രവേശിക്കാനോടുകൂടെ നമ്മളും കാണും. എന്തിനാ വരുന്നറിയാമോ? ഈ ലോകത്തിൽ നിന്ന് ഇറച്ചികളെ നീക്കുവാൻ, തന്റെ രാജ്യഭരണം ഭരിക്കുവാൻ അവർ കുതിരപ്പുറത്ത് പ്രത്യക്ഷനാകും. അതേക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ മഹത്വത്തെക്കുറിച്ച് പറയുമ്പോൾ മഹത്വത്തിന്റെ രാജാവ് ചെയ്യുന്ന പ്രവൃത്തി അസാധാരണമായ പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് ഈ സുവിശേഷങ്ങളൊക്കെ ഇത് വായിച്ചു നോക്കണം കേട്ടോ. 4 സുവിശേഷങ്ങൾ എടുത്ത് വെച്ച് ഇത് വായിക്കണം. അപ്പോൾ അത് വായിക്കും തോറും നമുക്ക് യേശു ക്രിസ്തുവിന്റെ വല്ലഭത്വം അല്ലെങ്കിൽ അവന്റെ മഹത്വത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ യേശു ക്രിസ്തു അവൻ പറയുകയാണ്, ഞാൻ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തേണമേ. പിതാവേ, നിന്റെ കൃപ എൻ്റെ മേൽ പകർന്ന് നിന്റെ ആ കൃപയാൽ എന്നെ നീ മഹത്വപ്പെടുത്തുമ്പോൾ ഞാൻ മുഖാന്തരം അങ്ങ് പ്രശസ്തപ്പെടുവാനിടയാത്തരും. അതേ, സകല ദിക്കുകളും സകല ഭൂസീമാവാസികളുമായിട്ടുള്ളവർ യേശു മുഖാന്തരം സ്വർഗീയ പിതാവാം ദൈവത്തിനെ
മനസ്സിലാക്കിയെടുക്കുന്നത് പോലെ, നിത്യജീവനെ മനസ്സിലാക്കിയെടുക്കുന്നത് പോലെ ആ മഹത്വത്തിന്റെ പ്രത്യേകതയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മഹത്വപ്പെടുത്തുക എന്നതിന്റെ അർത്ഥം വെളിപ്പെടുത്തുക, അഥവാ ആ ആർക്കും ചെയ്യാൻ കഴിയാത്ത പ്രവൃത്തി ചെയ്യുമ്പോൾ അത് സ്വർഗത്തിനും മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ, ദൈവത്തിനും മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ എന്നതിനെയാണ് മഹത്വം. അതുകൊണ്ടാണ് ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തിനും വിട്ടുകൊടുക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം ആരെല്ലാം ഇവിടെ ദൈവമായി അഭിനയിച്ചാലും അവർക്കൊന്നും മഹത്വമെടുക്കാൻ കഴിയത്തില്ല. അവരുടെയൊക്കെ പ്രവൃത്തികൾക്ക് പരിധിയുണ്ട്. എന്നാൽ യേശു ചെയ്ത പ്രവൃത്തികൾക്ക് അതുപോലെ ആർക്കും ചെയ്യാൻ കഴിയത്തില്ല. അവന്റെ പ്രവൃത്തി അത്ര വലുതായിരുന്നു, അത് വലിയതായിരുന്നു, ഗ്രേറ്റ് ആയിരുന്നു, ഗാംഭീര്യമായിരുന്നു. അതുപോലെ ആരും ചെയ്തിട്ടില്ല, മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തി ചെയ്യുന്നതിനെയാണ് ദൈവപ്രവൃത്തി എന്ന് പറയുന്നത്. അതിനെയാണ് മഹത്വത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. മനസ്സിലായിരിക്കുന്നു. ഇവിടെ ദൈവത്തിൽ നിന്നെ മഹത്വപ്പെടുത്തുന്നതിനകത്ത് ആരാധന, ഗ്ലോറിഫിക്കേഷൻ, അതല്ല എൻ്റെ അർത്ഥം. പരസ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ തൻ്റെ പ്രവൃത്തിയിലൂടെ ഇതുവരെ ഞാൻ ശുശ്രൂഷ ആരംഭിച്ച് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി നിന്റെ നാമത്തെ വെളിപ്പെടുത്തി വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ആ പ്രവൃത്തി ചെയ്ത് അവസാനമായി ഇവിടെ കൊണ്ട് ഒതുങ്ങുന്നതല്ല. എന്ന് പറഞ്ഞാൽ യേശു ലോകത്തിൽ വന്ന് അന്ന് അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്ത് കാണിച്ചിട്ട് അവസാനമായി യേശു മരിക്കാതെ പോയിരുന്നെങ്കിൽ ലോകത്തിന് അത് മാറ്റമുണ്ടാക്കത്തില്ലായിരുന്നു. അന്ന് ജീവിച്ചിരുന്നവർക്ക് മാത്രമേ പ്രയോജനമുണ്ടാകത്തുണ്ടായിരുന്നുള്ളൂ. യേശു രോഗികളെ സൗഖ്യമാക്കി, യേശു പാപം മോചിപ്പിച്ചു കൊടുത്തു, അതെല്ലാം ചെയ്തു. അത് അങ്ങനെ മാത്രമേ ചെയ്തിട്ടുള്ളെങ്കിൽ അന്നത് വലിയൊരു മഹത്വമായ കാര്യമായിരുന്നു. എന്നാൽ വരുവാനുള്ളവർക്കും അതിനു മുമ്പ് ജനിച്ചവർക്കും എല്ലാം യേശു ക്രിസ്തുവിന്റെ പാപത്തിന്റെ പരിഹാരത്തിന്റെ മഹത്വത്തിന്റെ പ്രവൃത്തി മുഖാന്തരം പ്രയോജനമുണ്ടാകാൻ വേണ്ടിയാണ് യേശു കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത്. ഞാൻ പറഞ്ഞല്ലോ, യേശു ജനിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തിട്ട് അവൻ സ്വർഗത്തിലേക്ക് അവൻ എടുക്കപ്പെടുകയാണ് ചെയ്തെങ്കിൽ ആ മഹത്വം പ്രസിദ്ധമായി തീരത്തില്ലായിരുന്നു, ലോകത്തിൽ എല്ലായിടത്തും എത്തിച്ചേരത്തില്ലായിരുന്നു. അവനെ പ്രസിദ്ധമാക്കി തീർക്കുവാൻ വേണ്ടിയാണ് അവൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പാപത്തിന് പരിഹാരം വരുത്തി വലിയ പ്രവൃത്തി ചെയ്ത് ഇന്ന് രാത്രിയിൽ പറയാൻ സാധിക്കണം, അതെ, എൻ്റെ പാപപങ്കിലമായ ജീവിതത്തെ യേശു മുഖാന്തരം എന്നെ വിശുദ്ധനാക്കി തീർത്ത ആ പ്രവൃത്തി എത്ര മഹത്തരമാണ്. അത് ചെയ്തെടുത്ത എൻ്റെ പിതാവാം ദൈവത്തിന്റെ സ്നേഹത്തെ നാം സ്തോത്രം ചെയ്യുമ്പോൾ അവനെ മഹത്വപ്പെടുത്തുകയാണ് പുത്രനിലൂടെ. പരിശുദ്ധാത്മാവിൽ നാം തിരിച്ചറിഞ്ഞ് ഈ ദിവസങ്ങളിൽ പിതാവിന്റെ സ്നേഹത്തെ വർണ്ണിക്കുമ്പോൾ നാം പുത്രനെ മഹത്വപ്പെടുത്തുന്നു. പുത്രന്റെ പ്രവൃത്തിയെക്കുറിച്ച് അവൻ ചെയ്ത പ്രവൃത്തികൾ മഹത്വപ്പെടുത്തുമ്പോൾ നാം പരിശുദ്ധാത്മാവിൽ പിതാവാം ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇതാണ് മഹത്വപ്പെടുത്തുക എന്നതിന്റെ അർത്ഥം. ലോകത്തിലുള്ള മഹത്വപ്പെടുത്തുക എന്നുള്ളതെല്ലാം അഡ്വർടൈസ്മെന്റുകളാണ്, എല്ലാം പരസ്യങ്ങളാണ്, അല്ലെ? എത്രമാത്രം പരസ്യം ഇടാവോ, എത്രമാത്രം മറ്റുള്ളവരുടെ മുമ്പിൽ ആ വ്യക്തി കാണപ്പെടുന്നുവോ അവരുടെ മഹത്വം വർദ്ധിക്കും എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. സിനിമ നടന്മാര്, മറ്റുള്ളവര്, അങ്ങനെ ഏറ്റവും അധികം ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നവരാണ് ഏറ്റവും അധികമായി ആ ലോകത്തിൽ അറിയപ്പെടുന്നവരായിത്തീരുന്നത്. അവരെ എല്ലാവർക്കും അറിയാം, കാരണം അത് അവരുടെ മഹത്വമാണ്, അവരുടെ ഇതാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുയേശുവിന് ആത്മീയ മഹത്വം എന്നുള്ളത് ഇങ്ങനെ ഇതിലൂടെയൊന്നും അല്ല യേശു തൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തത്. അവൻ പരസ്യമായി കാലുവിൽ തൂക്കപ്പെട്ടത് മുഖാന്തരമാണ് പിതാവാം ദൈവത്തിന്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചത്. രാത്രിയിൽ അതിനുവേണ്ടി പറഞ്ഞത്, എന്നെ മഹത്വപ്പെടുത്തണമേ, ഞാൻ ഉയർത്തപ്പെടുവാൻ പോകുകയാണ്. ഞാൻ ക്രൂശിൽ 3 ആണികൾ ഉയർത്തപ്പെടുവാൻ പോവുക. ലോകത്തിൽ എല്ലാവരും മഹത്വപ്പെടുത്തിയത് അവരുടെ വലിയ പ്രവർത്തികൾ, അധികാരങ്ങൾ കൊണ്ടാണ് ചെയ്തെങ്കിൽ അത് മുഴുവനും അവരുടേതായിട്ടുള്ള അഭിനയങ്ങളോ അല്ലെങ്കിൽ മറ്റു പല രീതികളോ ആയിരുന്നെങ്കിൽ, അവരുടെ വാക്കുകൾ കൊണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഭരണത്തിന്റെ മികവ് കൊണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവർ മഹത്വവൽക്കരിക്കപ്പെട്ടെങ്കിൽ, രാത്രിയിൽ പിതാവാം ദൈവം തന്റെ പുത്രനെ കാൽവറിയിൽ ആ കൊലക്കളത്തിൽ മനുഷ്യപാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി 3 ആണികളിൽ തൂക്കി അവനെ വെളിപ്പെടുത്തി പരസ്യപ്പെടുത്തിയത് സ്വർഗീയ പിതാവിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുകയാണ്. രാത്രിയിൽ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പ്രവൃത്തിയായിരിക്കുന്ന ക്രൂശീകരണത്തിലേക്ക് അവൻ പോകുന്നതിന് മുമ്പായി പറയുക,
പിതാവേ, ഇതുവരെയും ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി, ഇനി പുത്രനെ നിന്നിലൂടെ മഹത്വപ്പെടുത്തണമേ. നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. എന്നെ പരസ്യമാക്കണമേ. അതേ, ലോകത്തിന്റെ പാപത്തിന്റെ പരിഹാരമായി യേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. രാത്രിയിൽ അമർത്തികരണത്തിന്റെ പ്രവൃത്തിയാണ് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സകല മഹത്വം നമ്മുടെ കർത്താവിന് കൊടുക്കാം. സമയത്ത് നിന്നുകൊണ്ട് ഞാൻ ദൂതൂടെ അവസാനിപ്പിക്കുക. നമ്മുടെ ജീവിതത്തിൽ അവനെ പരസ്യമായി ക്രൂശിൽ ഉയർത്തിയതുകൊണ്ട് ലോകത്തിൽ മുഴുവൻ അവൻ അറിയപ്പെടുവാൻ ഇടത്തുന്നത്. ഇന്ന് രാത്രിയിലും ക്രിസ്തുവിനെ അറിയുവാൻ സകല ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നും വിളിച്ചു ചേർക്കപ്പെട്ട നമുക്കെല്ലാവർക്കും പറയാൻ സാധിക്കും, എന്റെ യേശുവിന്റെ പ്രവൃത്തി സ്വർഗത്തിന്റെ പ്രവൃത്തിയാ. അവൻ ചെയ്ത പോലെ പ്രവൃത്തി ആരും ചെയ്തിട്ടില്ല. കനാവിലെ വെള്ളത്തെ വീഞ്ഞാക്കി അടയാളങ്ങളുടെ ആരംഭമായി തുടങ്ങിയ കർത്താവ് തന്നെ ക്രൂശിൽ പരസ്യമായി തൂക്കി അവൻ മരിച്ചു, അടക്കപ്പെട്ട് സത്താന്റെ തലയെ തകർത്ത് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് അവൻ സ്വർഗാസ്വർഗത്തിൽ അവൻ ഇന്നും പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നത് ഞാൻ ആത്മാവിൽ ദർശിക്കുകയാണ്. ആ മഹത്വീകരണമായ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നതുകൊണ്ട് നാമും മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു. നാമും മഹത്വമുള്ളവരാണ്, അവനോടുകൂടി ഇരിക്കാനുള്ളവരാണ്. ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം പദ്ധതി ചെയ്തിരിക്കുന്ന ആ പദ്ധതിയെക്കുറിച്ചാണ് തുടർന്നുള്ള ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം വെച്ചാൽ വരുന്ന ആഴ്ച നമുക്കതേക്കുറിച്ച് കേൾക്കാം. കർത്താവ് വരവ് താമസമെങ്കിൽ ഒരുമിച്ച് കൂടാം. അതല്ല, കർത്താവ് വരികയാണെങ്കിൽ അവനോടുകൂടെ വലിയ പ്രവൃത്തിയിലേക്ക് പ്രവേശിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന ദൂത് കൈമാറിക്കൊണ്ട് ഞാൻ ഇവിടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു.